വചനം. അപ്പോൾ നമ്മൾക്ക് ഇവിടെ വചനം പറയുന്ന ആത്മാവ് നശിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ ആത്മാവിനെ ഏൽക്കുന്ന മുറിവുകൾ വേറെയാണ്. ആത്മാവ് ഏങ്ങലടിക്കുന്നു. ആത്മാവ് നമ്മളുടെ ഉള്ളിൽ നിന്ന് സങ്കടപ്പെടാറുണ്ട്. നമ്മൾ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? നമ്മുടെ മക്കളെ കുറിച്ച് ചിന്തിക്കും, ജീവിത പങ്കാളിയെ കുറിച്ച് ചിന്തിക്കും, വീടിനെയും കുടിനെയും കുറിച്ച്, കടബാധ്യത, അങ്ങനെ എല്ലാ സകല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദൈവം ആകപ്പാട് മനുഷ്യന് കൊടുത്തേക്കുന്നത് ദൈവത്തിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് തന്നേക്കുന്നത്. അതായത് ഇവിടുന്ന് TV ഒന്ന് ഓൺ ചെയ്തു കഴിഞ്ഞപ്പോൾ മറ്റേ ആകാശവാണി എന്താ ഏഷ്യാനെറ്റിലേക്ക് അങ്ങനെ ട്യൂൺ ചെയ്തു, അല്ലെങ്കിൽ സൂര്യ ചാനലിലേക്ക് ട്യൂൺ ചെയ്തു. അങ്ങനെ ഏതെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഓർത്തോളം. എങ്ങോട്ട് നോക്കണമെങ്കിലും ഏത് ദൈവികമായിട്ടുള്ള ഏത് കാര്യങ്ങളിലേക്ക് നോക്കണമെങ്കിലും ദൈവം നമ്മുടെ ഉള്ളിൽ ട്യൂൺ ചെയ്യാൻ വെച്ചേക്കുന്ന ഒരു കാര്യമാണ് ദൈവം തന്നിരിക്കുന്ന ആത്മാവ്. നമ്മുടെ ആത്മാവിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ലയിച്ചു ചേരുമ്പോൾ, ലയിച്ചു ചേരാൻ്റെ അവസരം കൊടുക്കണം, എന്നാലും ലയിച്ചു ചേരും. നമ്മുടെ ആത്മാവിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ലയിച്ചു ചേരുമ്പോഴാണ് നമുക്ക് സ്വർഗീയമായ കാര്യങ്ങൾ, ആത്മീയമായ കാര്യങ്ങൾ, വരാനിരിക്കുന്ന രഹസ്യങ്ങൾ, ദർശനങ്ങൾ, വെളിപാടുകൾ, പ്രവചനങ്ങളൊക്കെ സംഭവിക്കുന്ന നില. ഇങ്ങനെ കുത്തി വളഞ്ഞുകൂടി ഇവിടെ നിന്ന് എല്ലാ ദിവസവും മടങ്ങി പൊടിച്ചു കൂത്തി കിടന്നേച്ച പായ മടക്കി വെക്കണമാര് വന്നേച്ച് ചിരിയാനും കഴിഞ്ഞേച്ച് മടങ്ങി പോകുന്നവർക്ക് അങ്ങനെയൊന്നും ഇങ്ങനെ കേൾക്കാൻ മാത്രമേ പറ്റുള്ളൂ, അനുഭവിക്കാൻ പറ്റാതെ. ഞാൻ എത്ര നാളായി ഇങ്ങനെ വഴക്ക് കൂടാൻ വഴക്ക് വേണ്ടത്? തുടക്കം മുതൽ വഴക്കില്ല. ഞാൻ പറഞ്ഞതിന്റെ ലക്ഷ്യം മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ ഈ ആത്മീയതയിൽ ആണെന്ന് പറയുന്നത് എന്തെങ്കിലും കാര്യമുള്ളൂ. വചനം പ്രഘോഷിക്കുന്നവർ പല രീതിയിൽ അവർക്ക് കിട്ടുന്ന ബോധത്തിന് വചനം പ്രഘോഷിക്കുന്നു. ഒരു മനുഷ്യന് ഏറ്റവും വലിയ ആവശ്യം, ഒരു മനുഷ്യൻ ആത്മീയ മനുഷ്യൻ അല്ലെങ്കിൽ ഭൗതിക മനുഷ്യന് ഏറ്റവും വലിയ ആവശ്യം, മനുഷ്യൻ നീ ലോകം മുഴുവൻ നേടിയാൽ നിന്റെ ആത്മാവ് നിശ്ചാൽ എന്ത് ഫലം എന്ന് ചോദിക്കുന്നതിന് അതിന് മറുകരയായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ആത്മാവിനെ നേടുക എന്നുള്ളത്. ആത്മാവിനെ നേടാൻ പാടുപെട്ടാൽ, അതെ, ആത്മാവിനെ നേടാൻ പാടുപെട്ടാൽ നിന്റെ പ്രവൃത്തികളൊന്നും നഷ്ടാവില്ല എന്ന വചനം പറയുന്നു. ഓരോ മനുഷ്യനും തകർന്നു പോകുന്നു, നശിച്ചു പോകുന്നു, പരാജയപ്പെട്ടു പോകുന്നു, മദ്യത്തിനും മയക്കുമരുന്നും വ്യഭിചാരത്തിനും മറ്റെല്ലാ ദുശീലങ്ങൾക്കും അടിമപ്പെട്ടു പോകുന്നു. ആ വ്യക്തിയുടെ പ്രവൃത്തിയെ കണ്ട് ആ വ്യക്തിയെ നേടാനായിട്ടാണ് നമ്മൾ നോക്കുന്നത്. എന്നാൽ ആ വ്യക്തിയുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് ഏങ്ങലടിച്ചുകൊണ്ടിരിക്കുക. ആ ഏങ്ങലടിക്കുന്ന ആത്മാവിന് നൊമ്പരങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, വേദനയുണ്ട്, മുറിപ്പാടുകളുണ്ട്. ആ ആത്മാവിനെ നമ്മൾ എന്ത് ചെയ്യണം? ആ ആത്മാവിലേക്ക് നമ്മൾ നോക്കണം. ആ വ്യക്തിയിലേക്കല്ല, ആത്മാവിലേക്ക് നോക്കണം. എന്നിട്ട് ദൈവത്തിന്റെ ആത്മാവെ ആ ആത്മാവിൽ നിറയണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഈ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ പറയുന്നത് കേൾക്കാൻ കൊതിയോടുകൂടി കാത്തിരിക്കുക. ഒരു വ്യക്തിയെ മാനസാന്തരപ്പെടുത്താൻ, ഒരു വ്യക്തിക്ക് മാറ്റം ഉണ്ടാകാൻ ഏറ്റവും എളുപ്പ വഴി കുറുക്ക് വിദ്യമാണ് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം. നമ്മുടെ ഉള്ളിൽ ആദ്യം തട്ടുണരും. ഉണർത്തണമേ എന്നെ, ഉണർത്തണമേ, ഉണർത്തണമേ എന്നെ, ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. എങ്ങനെയാ ഉണർത്തണേ? എഴുന്നേറ്റ് വന്ന് പറയുന്നതല്ല, എനിക്ക് പറയുന്നത് മാത്രമേ ഉള്ളൂ. എഴുന്നേക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ആത്മാവിനെ ഒന്ന് ഉണർത്താൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? എങ്ങനെ ഉണർത്തും? എങ്ങനെ ഉണർത്തും? അല്ല, അത് ഓക്കെ, നിങ്ങളുടെ ആത്മാവിനെ ഒന്ന് ഉണർത്തിക്കും. രാവിലെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് എന്ന് സ്തുതിച്ചോ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഒച്ച മാത്രമല്ല, ഞാൻ എനിക്ക് നാളെ തന്നെ എനിക്ക് പാട്ട് പാടാനല്ല. എൻ്റെ സ്വരം പോണവരെ നിങ്ങൾ ഇങ്ങനെ ഇരിക്കും. എങ്ങനെ പോയാൽ ഞാൻ തട്ടിപ്പോയാലും നിങ്ങൾ എന്തില്ല കയറി വരും. ഇന്നത്തെ ഒരു അവസ്ഥയിലാണ്. ദൈവം തന്ന നാവ് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാം. അതൊരു കഴിവും അല്ല, അതൊരു കൃപയാണ്. ദൈവം തന്ന നാവ് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കണമെങ്കിൽ അതൊരു കൃപയാണ്, കഴിവല്ല. ദൈവം തന്ന നാവ് ആരോട് വേണമെങ്കിൽ വർത്താനം പറയാൻ അത് കൃപ കാണുന്നില്ല, കഴിവ് മതി. എന്ത് പൊട്ടത്തരം വിളിച്ചു പറയണമെങ്കിൽ ഇത് കഴിവ് മതി, അത് കൃപ വേണം, കൃപയല്ല. നിനക്കായി പാടി പാടിയൻ നാവു തളർന്നാൽ തളർന്നിടട്ടെ, നിനക്കായേറെ നടന്നു നടന്നെന്റെ പാദം തളർന്നാൽ തളർന്നിടട്ടെ, പാദം തളർന്നാൽ തളർന്നിടട്ടെ,
മാത്രം ധ്യാനിച്ചു ധ്യാനിച്ചു മനസ്സു തളർന്നാൽ തളർന്നിടട്ടെ. നിന്റെ വിചാര ഭാരമേറ്റെന്റെ ബുദ്ധി തളർന്നാൽ തളർന്നിടട്ടെ. ബുദ്ധി തളർന്നാൽ തളർന്നിടട്ടെ. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ. അങ്ങനെ പാടിയിട്ട് നമ്മൾ അടുത്ത ഇത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്താണ്? പൊട്ടത്തിലും കളിവാക്കുകളും കുറ്റപ്പറച്ചിലും വിധിക്കലും ശാപവാക്കുകളും അങ്ങനെ എല്ലാ സംഭവങ്ങളും നമ്മുടെ ഈ നാവിൽ നിന്ന് പുറത്തു പോകും. എന്നിട്ട് നമ്മൾ പാടുന്ന പാട്ടതാണ് തിരുനാമ പാടുവാൻ എത്ര നേരം പാടിയ എന്നാകുന്നു. അപദാനം എപ്പോഴും അതിന് പകരം നമ്മളെന്താണ് അപവാദം ഇല്ലേ? അപദാനം എപ്പോഴും ആലപിച്ചില്ലെങ്കിൽ എന്നാൽ നമ്മൾ പാട്ടുകാരൻ അങ്ങനെ പാടെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്നാ? അപവാദം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. ആരെങ്കിലും കണ്ടൊരു 2 കുറ്റെങ്കിലും പറഞ്ഞില്ലെങ്കിൽ പക്ഷെ അവൾ കണ്ടില്ലല്ലോ, അതൊരു വിഷമാണ്. നിന്നെ കഴിഞ്ഞ ദിവസം കണ്ടില്ലല്ലോ ഓടി ഇത് പറയില്ലേ? എന്തിനായിരുന്നു അത്? പരിശുദ്ധാത്മ എനിക്ക് വെളിപാട് വന്നായിരുന്നു, അത് പറയാൻ വേണ്ട. അങ്ങനെയല്ല, സത്യത്തിൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? 2 പറഞ്ഞില്ലെങ്കിൽ ഒറിജിനലൊന്നും അല്ല, ഡ്യൂപ്ലിക്കേറ്റാ. ഒറിജിനൽ ഉള്ള കാര്യമല്ല, ഏകദേശം അതിലൂടെ ഇങ്ങനെ ഒരു നേരിട്ട് പോലെ പോയുള്ളൂ. പക്ഷെ അപ്പോഴത്തേക്കും അത് ഒറിജിനലാക്കി പറയാനുള്ള കൊതി വെമ്പൽ ഉള്ളിൽ ഇങ്ങനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം. ഓർക്കണം, ഇത് എല്ലാം നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുന്ന ഒരു ചിത്രം. ഹല്ലേലൂയ. നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുന്ന ഒരു ചിത്രമാണ്. നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുന്ന എങ്ങനെയാ? നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കും. അപ്പൊ നുണ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആത്മാവ് നശിക്കുന്നുണ്ട്. ഈ നശിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ആദ്യം മുറിവേൽക്കും, ആത്മാവ് സങ്കടപ്പെടും. നമുക്കൊരു കയ്യേലും ഒരു മുള്ളു കൊണ്ടിരുന്ന നമുക്ക് എന്തൊരു വിഷമമായിരിക്കും. അതിൻ്റെ കൂടെ കുറെ കുപ്പിച്ചില്ലുകളെ കൊണ്ട് കഴിഞ്ഞാൽ ഇത് അവസ്ഥ. അന്നേരം വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വാക്കത്തിൽ വെട്ടുകൾ കിട്ടിയതിൻ്റെ പല രീതിയിലുള്ള മുറിവ് കിട്ടിയിരുന്നത് പോലെ തന്നെയാണ് ഒരു വ്യക്തി നുണ പറയുമ്പോൾ ആത്മാവിന് മുറിവ് വെക്കുന്നു. പരിശുദ്ധാത്മാവ്, അതായത് സത്യാത്മാവ് നമ്മളെ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട്, സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ കൂടിയേക്കുന്നതാണ്. പക്ഷേ ഈ പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ കൂടെ നടന്നിട്ട്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ വരുമ്പോൾ, ഓർക്കണേ, പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ വരുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുക, സൂക്ഷ്മമായിട്ടെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയങ്ങൾ. നമ്മുടെ ഉള്ളില് ദൈവത്തിന്റെ ആത്മാവ് വന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ എല്ലാ കാര്യം, നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം കൂടെ നടന്നെല്ലാം ചെയ്തു തരുമ്പോൾ ആ ദൈവത്തെ നമ്മൾ വീണ്ടും മറ്റൊരു പാപം കൊണ്ട് ആ ആത്മാവിനെ വേദനിപ്പിക്കുമ്പോൾ ആ വേദന സഹിക്കാൻ പറ്റാതെ വരുന്നൊരവസ്ഥയുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ നാണം കെടുത്താറുണ്ട്. കൂടെ വരുന്ന ദൈവത്തെ നമ്മൾ നാണം കെടുത്താറുണ്ട് നമ്മുടെ വാക്കുകളിലെ പെരുമാറ്റത്തിൽ. കാരണം ദൈവത്തോട് ചോദിച്ചു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും ദൈവം നമ്മുടെ കൂടാണെന്ന് തരികയും നമുക്ക് ആശ്വാസം തരികയും സങ്കടങ്ങൾ മാറ്റുകയും സന്തോഷം തരികയും ഒക്കെ ചെയ്യുന്ന ദൈവത്തിന്റെ ആത്മാവ്. ആ ആത്മാവിന്റെ പ്രവൃത്തിയിലൂടെ നമുക്ക് കിട്ടുന്ന നന്മകൾ അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടുത്ത സെക്കൻഡില് നമ്മൾ പാപത്തോട് കൂട്ടുചേരുമ്പോൾ, പാപശുദ്ധി ഉണ്ടാകുമ്പോൾ, ബോഷ്ക്ക് പറയുമ്പോൾ, കുറ്റപ്പെടുത്തൽ പറയുമ്പോൾ, പരാതി പറയുമ്പോൾ, ശാപവാക്കുകൾ ഇതെല്ലാം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിലിരുന്നുകൊണ്ട് ആ ആത്മാവ്, അത്ര നേരം സന്തോഷിച്ചുകൊണ്ടിരുന്ന ആത്മാവ് പെട്ടെന്ന് സങ്കടപ്പെടാൻ തുടങ്ങും, കരയാൻ തുടങ്ങും. ഈ ആത്മാവിന്റെ അവസ്ഥ നമുക്കറിയാം. അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥ അപേക്ഷിക്കുന്ന വചനം പറയുന്നത്. അവാച്യമായ, വാചികമല്ല, സംസാരിക്കാൻ അങ്ങനെയുള്ള അതല്ലാതെ അവാച്യമായ നെടുവീർപ്പുകളാൽ, ഈ നെടുവീർപ്പുകളാൽ ആത്മാവ് നമുക്ക് വേണ്ടിയിട്ട് ദൈവത്തിന് മുമ്പിൽ മാധ്യസ്ഥ അപേക്ഷിക്കുന്നുണ്ട്. ഈ ആത്മാവിനെ നമ്മൾ ഉപയോഗിക്കാറില്ലാത്തതാണ് വേറൊരു പ്രശ്നം. നമ്മുടെ ആത്മാവിനെ നമ്മൾ ഉപയോഗിക്കാറില്ല. നമ്മുടെ കണ്ണ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഒരാൾ പോയി കണ്ണ് തുറന്നു നോക്കി അല്ലേ, നോക്കില്ലേ? അവിടെ എന്തോ പറഞ്ഞപ്പോൾ വേറെ ചെവി ഉപയോഗിച്ചു അല്ലേ? ആരെങ്കിലും എന്തേലും നമ്മളറിയില്ല. അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലേ? നേരിട്ട് കണ്ടല്ലോ? ഇല്ല, കണ്ടല്ലോ, ഉറപ്പായില്ലേ? എന്നാലും അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നത് പറയില്ലേ? പറയോ?
അമേരിക്കയിൽ പോയിട്ടില്ലല്ലോ. നയാഗ്ര വെള്ളച്ചാട്ടം കേട്ടില്ലേ? എന്തെങ്കിലും അഭിപ്രായം നമുക്ക് പറയാനില്ലേ? അതാണ് നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ഒന്ന് പറയും നമ്മൾ. ഇതൊരു മറവിയുള്ളൊരു ഒരുപാടുണ്ട്. അതായത് ബുദ്ധിയിൽ ബന്ധനമാണെന്ന പരിശുദ്ധാത്മ പറയുന്നത്. അതുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ബന്ധനങ്ങൾ അഴിച്ചു കളയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങണം. ആത്മാവിനോട് മിണ്ടാൻ തുടങ്ങണം നമ്മൾ. സങ്കീർത്തനം 103 പറഞ്ഞെന്താ? എൻ്റെ ആത്മാവേ, എൻ്റെ ആത്മാവ്, നിന്റെ ആത്മാവെന്നല്ല പറയുന്നത്, എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തോളണം? ഞാൻ എൻ്റെ ആത്മാവിനോട് മിണ്ടാൻ തുടങ്ങണം. നമ്മൾ നമ്മുടെ ആത്മാവിനോട് മിണ്ടാറുണ്ടോ? പരിശോധിച്ചു. നമ്മൾ പാടാറുണ്ട്, പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ നമ്മൾ പറയുന്ന. അപ്പൊ നമ്മുടെ ആത്മാവിലേക്ക്, നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന നമ്മളിലെ ദൈവദത്തമായ ആത്മാവിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് നല്ല സ്വഭാവം ഉണ്ടാവുക. എനിക്കങ്ങനെ പറയണ്ടായിരുന്നു, ഞാനങ്ങനെ ചെയ്തു കുറിച്ച് അങ്ങനെ പറഞ്ഞു പോലോ എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ പയറ്റി പോകുന്ന എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ ആത്മാവിനെ നമ്മുടെ ആത്മാവും നമ്മൾ തമ്മിൽ വലിയ ബന്ധം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കങ്ങനെ പെട്ടെന്ന് അങ്ങ് പ്രതികരിച്ചു പോകുന്നു, പെട്ടെന്ന് ദേഷ്യപ്പെട്ടു പോകുന്നു, പെട്ടെന്ന് അങ്ങ്. മറിച്ച് നമ്മുടെ ആത്മാവും പരിശുദ്ധാത്മാവും അതായത് നമ്മുടെ ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ദൈവത്തിന്റെ ആത്മാവിന് വിധേയപ്പെടുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്കല്ല, ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടേ നടക്കും. ദാനിയേൽ പ്രവാചക പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ കാണുന്നുണ്ട് ജീവിയെ കുറിച്ച്, അല്ലേ? പല ജീവിയെ കുറിച്ച് അതിന് ഇത്ര ചക്രങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അതുണ്ടായിരുന്നു ഇതുണ്ടാകുന്നൊക്കെ പറഞ്ഞ് പറയും, അല്ലേ? അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത് ആത്മാവ് എങ്ങോട്ട് തിരിഞ്ഞു, അല്ലെങ്കിൽ ആ ചക്രങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞു, ആത്മാവ് അങ്ങോട്ട് ഉണ്ടായി, അല്ലെങ്കിൽ ആത്മാവ് അങ്ങോട്ട് പോയി അങ്ങോട്ട് ചക്രങ്ങൾ തിരിഞ്ഞു എന്നൊക്കെ പറയുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ ബൈബിളിൽ കാണാൻ പറ്റും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് അതിന്റെ ആന്തരിക അർത്ഥത്തിലേ ഉള്ളൂ. ദൈവം എന്താ ആഗ്രഹിച്ചോ അങ്ങോട്ട് എൻ്റെ മനസ്സും ഇത് ചെയ്തു. സൂര്യകാന്തി പുഷ്പമെന്നും സൂര്യനെ നോക്കുന്ന പോലെ ഞാനും എൻ്റെ നാഥനെത്താൻ നോക്കി വാഴും. സൂര്യകാന്തി പുഷ്പമെന്നും സൂര്യനെ നോക്കുന്ന പോലെ ഞാനും എൻ്റെ നാഥനെ താൻ നോക്കി വാഴുന്നു. സൂര്യൻ അവിടെ ഉദിക്കുമ്പോ സൂര്യാന്തി പുഷ്പം എന്ത് ചെയ്യും? അങ്ങോട്ടാണ് നോക്കുന്നത്. സൂര്യൻ മേലെ വരുമ്പോ എന്ത് ചെയ്യും? ശ്രദ്ധിച്ചല്ലോ, സൂര്യാന്തി നേരെ മുകളിലോട്ടാ. സൂര്യൻ പടിഞ്ഞാറോട്ട് പോകുമ്പോ എന്ത് സംഭവിക്കും? സൂര്യാന്തി അങ്ങോട്ടാണ്. ഒരു ആത്മീയ മനുഷ്യൻ അങ്ങനെ, ജഡിക മനുഷ്യൻ നേരെ ഓപ്പോസിറ്റ്. ദൈവത്തിന്റെ പ്രവൃത്തി എന്താണോ അതിന് ഓപ്പോസിറ്റ് ചിന്തിക്കുന്ന ഒരാളാണ് ജഡിക മനുഷ്യൻ, ലോകത്തിന്റെ മനുഷ്യൻ, സാത്താനിന് അടിമപ്പെട്ടു പോയ മനുഷ്യൻ. ആത്മീയ മനുഷ്യൻ എന്ത് ചെയ്യും? വചനം പറയുന്നു, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിന്റെ മക്കളാണ്. ഇപ്പൊ ഞാൻ ദൈവമക്കളാണ് എന്ന് നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. ദൈവാത്മാവിനാൽ നയിക്കപ്പെടണം. ദൈവത്തിന്റെ ആത്മാവാണ് എന്നെ നയിക്കുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയാവോ? ദൈവാത്മാവ് നയിക്കുമ്പോൾ എന്നാ സംഭവിക്കുന്നത്? എല്ലാ രഹസ്യങ്ങളും എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർമ്മ തരും. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും ആത്മീയ മനുഷ്യനാണ് വിവേചനയുന്നത്. ദർശനങ്ങളും ഇനിയിപ്പോ വരാനിരിക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് സന്ദേശങ്ങളായിട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ആത്മീയ മനുഷ്യനാകുമ്പോൾ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ, തിരിച്ചറിയാൻ പറ്റുള്ളൂ. നമ്മളിങ്ങനെ വന്നിരിക്കുന്നു, കുറെ കാര്യം ഈ പ്രസംഗം കേൾക്കുന്ന നമ്മളെല്ലാം കേട്ടേച്ച് നമ്മൾ തിരിച്ചു പോകുന്നു. നമ്മൾ ആത്മീയ മനുഷ്യനായിട്ടല്ല പോകുന്നത്, വെറും ജഡിക മനുഷ്യനായിട്ട് വന്നു, ജഡിക മനുഷ്യനായിട്ട് തിരിച്ചു പോകുന്നു. മറിച്ച് ആ കേട്ട വചനത്തെക്കുറിച്ച് ഒന്നുകൂടി ധ്യാനിച്ച് അതെന്റെ ജീവിതമായിട്ട് എന്താണ് ബന്ധം എന്ന് ചിന്തിച്ച്, അതെനിക്ക് വേണ്ടിയിട്ടല്ലേ ദൈവം തന്നത്, ദൈവം ആഗ്രഹിച്ചുകൊണ്ടല്ലേ, ഞാൻ വന്നതല്ലല്ലോ, ദൈവം എന്നെ കൊണ്ടുവന്നല്ലേ. അങ്ങനെ ദൈവികമായിട്ടുള്ള രീതിയിൽ കാഴ്ചപ്പാടുകൂടി കാണുമ്പോഴാണ് ഒരു മനുഷ്യനെ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ചേർത്ത് പിടിക്കുകയും ദൈവം വലം കൈ കൊണ്ട് മാറോട് ചേർത്ത് പിടിക്കുന്നത്. അത് പിന്നീട് അത് മനസ്സിലാവും. ദൈവസ്നേഹം അത് പിന്നീട് മനസ്സിലാവും. നമ്മൾ ദൈവം സ്നേഹിക്കുന്നു നമ്മൾ 1000 പ്രാവശ്യം കേട്ടാലും ദൈവസ്നേഹം മനസ്സിലാകണമെന്നില്ല. നമുക്കൊരു തകർച്ച ഉണ്ടായി, നമ്മൾ പ്രാർത്ഥിച്ചപ്പോഴാണ് നമുക്ക് തകർച്ച കൂടിയത്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് രോഗം ഉണ്ടായത്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു അപകടം ഉണ്ടായത്. സംഭവിക്കാറില്ലേ?
അപ്പൊ ദൈവസ്നേഹം ഉണ്ടോ അതിൻ്റെ അകത്ത്? എന്നാ പറയണം? എന്ത് പറയണം അല്ലേ? ദൈവസ്നേഹം എങ്ങനെ മനസ്സിലാക്കണേ? ഓ, ഞാൻ പ്രാർത്ഥിക്കണം ഇല്ലേ? ഞാൻ പ്രാർത്ഥിച്ചപ്പോഴാണ് എനിക്ക് പ്രശ്നങ്ങൾ കൂടിയത്. ഞാൻ പ്രാർത്ഥിക്കുന്നതോറും പ്രശ്നം കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനെയല്ലേ പലർക്കും ഉള്ളത്. ഇതേ കള്ളു കുടിച്ചാൽ വെച്ചടി കയറ്റാം. നിരന്തരം പ്രാർത്ഥിക്കുന്ന എനിക്ക് എന്നും സദനവും തകർച്ച പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഉറങ്ങിയിട്ട് തന്നെ കാലങ്ങളായി നമ്മൾ പറയുന്ന വാക്കുകളാണ്. അതിന് പിന്നിൽ ദൈവിക സ്നേഹം എവിടെയാ ഒളിച്ചു കിടക്കുന്നത്? ദൈവസ്നേഹം എവിടെയോ അതിൻ്റെ അകത്ത് ഒളിച്ചിരിക്കുന്നത്. ദൈവത്തിനെല്ലാം അറിയാലോ. എന്തുകൊണ്ട് ദൈവം എൻ്റെ പ്രശ്നം മാറ്റുന്നില്ല? ഞാൻ എത്ര വർഷമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് എന്താ കെട്ടിയതിന്റെ അതെ കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവം കാണാത്തത് കൊണ്ടല്ല, ഓർത്തോളണം, ദൈവം കാണാത്തത് കൊണ്ടല്ല. വിലാപങ്ങളുടെ പുസ്തകം പറയുന്നുണ്ട്, സ്വർണം എങ്ങനെ മങ്ങിപ്പോയി. സ്വർണം എങ്ങനെ മങ്ങിപ്പോയി? സ്വർണത്തിന് എങ്ങനെ മങ്ങലുണ്ടായി? രണ്ടാമത് പറയുന്ന തങ്കത്തിനെങ്ങനെ മാറ്റം വന്നു? സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിന് എങ്ങനെ മാറ്റം വന്നു? അത് കൂട്ടിച്ചേർത്ത് ഞാൻ പറയാറുള്ളൊരു എന്റെ തങ്കക്കുളത്തിന് എങ്ങനെ മാറ്റം വന്നു? സ്വർണം എങ്ങനെ മങ്ങിപ്പോയി? സ്വർണം 2:1 2% തങ്കവും 1% ചെമ്പും ചേരുമ്പോഴാണ് സ്വർണം എന്ന് പറയുന്നത്. 2% തങ്കവും 1% ചെമ്പും ചേരുമ്പോൾ അതിന് സ്വർണം എന്ന് പറയും. സ്വർണം അങ്ങനെ മങ്ങിപ്പോയി. സ്വർണത്തിന് കളർ എങ്ങനെ ഇങ്ങനെ മാറ്റം വന്നത് പറഞ്ഞാണെങ്കിൽ ആ കണക്കിൽ വ്യത്യാസം വന്നതിൻ്റെ കണക്കില് ആ ചേർക്കേണ്ടതായ കണക്കിൽ എവിടെയോ വ്യത്യാസം വന്നു. സ്വർണം ഇങ്ങനെ മങ്ങിപ്പോയി. മറ്റൊന്നും പറയാൻ പോകുന്നില്ല. വാതിൽപ്പാളിയോ അതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വിഷയം വിട്ടേക്കാം. നമുക്ക് ചിന്തിക്കാം, തങ്കത്തിന് എങ്ങനെ മാറ്റം വന്നു? തങ്കത്തിന് കിട്ടം തീർന്ന് കിട്ടുന്നതാണ് തങ്കം. സ്വർണത്തെ ശുദ്ധി ചെയ്തെടുത്ത് തീയിലിട്ട് ഉരുക്കി അതിന് കിട്ടം തീർത്ത് ചെമ്പിനെ മാറ്റി കഴിഞ്ഞപ്പോൾ അത് തനി തങ്കമായിട്ട് മാറ്റം വന്നു. മാറ്റി കിട്ടി. വചനം പറയുകയാണ്, തങ്കത്തിനെങ്ങനെ മാറ്റം വന്നു. അപ്പോൾ ഈ തങ്കം തനി തങ്കക്കുടമായിരുന്നു. ഈ തങ്കക്കുടമായിരിക്കുന്ന നിന്നെ യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ പറയുകയാണ്, നീ എനിക്ക് വിലപ്പെട്ടവരും അമൂല്യനും. നിന്റെ മൂല്യം ഒന്നും നിശ്ചയിക്കാൻ പറ്റില്ല. നിനക്ക് വീട്ടിലൊരു വിലയും തരുന്നില്ലായിരിക്കും, നാട്ടിലൊരു വിലയും തരുന്നില്ലായിരിക്കും, കൂട്ടുകാരെടുത്തോ മറ്റുള്ളവരെടുത്തോ ഒരു വിലയില്ലായിരിക്കും, സമൂഹത്തിനൊരു വിലയും തരുന്നില്ലെങ്കിലും അവഗണിക്കപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ പോലും ദൈവം പറയുക, നിന്നെ ഞാൻ എൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും ഞാൻ എന്നെപ്പോലെ തന്നെയാണ് എന്നെ സൃഷ്ടിച്ചത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് ദൈവം തന്നെ പറഞ്ഞിട്ട് ദൈവം സൃഷ്ടിക്കുന്നതാണ്. ദൈവത്തിന്റെ രൂപത്തിൽ തന്നെ ദൈവം സൃഷ്ടിച്ചു. അപ്പൊ ഒരു മനുഷ്യൻ എങ്ങനെയാ ഇരിക്കുന്നത്? ദൈവത്തിന്റെ രൂപമുണ്ട്, പിന്നെയോ ദൈവത്തിന്റെ ഛായയുണ്ട്, പിന്നെ അവൻ ജീവനുണ്ടായത് എങ്ങനെയാ? നാസാരന്തരങ്ങളിലൂടെ ദൈവത്തിന്റെ ജീവശ്വാസം ഊതിയത് കൊണ്ടാണ് ജീവിച്ചിരിക്കുന്നത്. അതിപ്പോഴും നിലച്ചിട്ടില്ല. ജീവനുള്ളവരുടെ എല്ലാവരുടെയും ശ്വാസം അത് എവിടെ നിന്നാക്കുന്നേ? ദൈവത്തിന്റെ ഉള്ളിൽ നിന്ന് നേക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ രൂപമുണ്ട്, ദൈവത്തിന്റെ സാദൃശ്യമുണ്ട്, ദൈവത്തിന്റെ ജീവനുണ്ട്, പിന്നെ ദൈവത്തിന്റെ ചൈതന്യം അല്ലേ? ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം വീണ്ടും തരുന്നുണ്ട്. അവസാന നാളുകളിൽ ഞാൻ എല്ലാവരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കുമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുഴുവൻ നമ്മള് ദൈവദത്തമായ അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ഇനി മാത്രമല്ല, ഇനിയും നമ്മള് പൂർണ്ണത പ്രാപിക്കാൻ വേണ്ടി പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഈശോ പരിശുദ്ധ കുർബാനയായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇതെന്റെ ശരീരമാകുന്നു പറയും. ഇതെന്റെ ശരീരമാകുന്നു ഈശോ ഉറപ്പിച്ച് പറയും. ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു പറഞ്ഞു. നിങ്ങൾ വാങ്ങി ഭക്ഷിക്കണം, നിങ്ങൾ വാങ്ങി കുടിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? യേശു നമ്മളിലേക്ക് ഞാനെന്നത് എന്തായിട്ട് മാറും? ഞാൻ എന്നുള്ള വ്യക്തി മാറി. പിന്നെ ആരായിട്ട് മാറും? ദൈവമാണ്. ആ ഈശോയ്ക്ക് പകരമായിട്ട് നമ്മൾ ഈശോയുടെ സ്ഥാനം സ്വന്തമാക്കിയിരിക്കും. പിന്നെ ഇനി ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രയും ജീവിക്കുന്നത്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയാവോ? നമുക്ക് എങ്ങോട്ടാ നമ്മുടെ നോട്ടം വേണ്ടത്? പരിശുദ്ധാത്മാവിനെ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആത്മാവുണ്ടെന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവും. നമ്മുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിലെ ആത്മാവിനെ ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. അപ്പോൾ ഞാൻ ഉണർന്നാൽ എന്ത് സംഭവിക്കും? ഞാൻ ഉണർന്ന സത്യമായിട്ട് എൻ്റെ ദേശമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? എന്നെ ഉണർത്തണം. അപ്പൊ എൻ്റെ ആത്മാവിനെ തട്ടി ഉണർത്തണമെങ്കിൽ, എൻ്റെ ആത്മാവിനെ ഉണർത്തണമെങ്കിൽ എൻ്റെ ആത്മാവിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് വന്നെന്നറിയണം. പരിശുദ്ധാത്മാവ് വന്നാൽ പോരാ, പരിശുദ്ധാത്മാവ് മേൽ വരണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരണം. നിങ്ങൾ സങ്കടമുണ്ട്, ഈ സങ്കടത്തിന് മേൽ വരണം. സങ്കടത്തിന് മേൽ പരിശുദ്ധാത്മാവ് വരാത്തത് കൊണ്ടാണ്, പരിശുദ്ധാത്മാവിനെ വിളിക്കാത്തതുകൊണ്ടാണ് ഇപ്പോഴും സങ്കടത്തിലുള്ള ആള് ഇന്നും വർഷങ്ങളായിട്ട് സങ്കടത്തിൽ തന്നെ ഇരിക്കുന്നു. പറഞ്ഞവർക്ക് മനസ്സിലാവും. നിരാശയുള്ള ഒരു മനുഷ്യൻ, നിരാശ ദൈവത്തിന്റെ ആത്മാവിനെ ഉള്ളിൽ സ്വീകരിച്ചു, പരിശുദ്ധാത്മാവ് വരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷെ എപ്പോഴും അതിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും അതിന്റെ മുകളിൽ വീണ്ടും ചിന്തിക്കുവാണ്. ഈ നിരാശപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിന് നമ്മൾ പ്രവർത്തിക്കാൻ പറ്റാതെ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കടങ്ങളിൽ എൻ്റെ നാഥന്റെ വൻകുരിശിലേക്കാശ്രയം. അപ്പൊ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോ കർത്താവിൽ ആശ്രയിക്കാൻ, കർത്താവിന്റെ കുരിശിലെന്തുണ്ട്? ആ കുരിശയില് കർത്താവുണ്ട്, മുറിവേറ്റവനായിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു മുറിവുണ്ടെങ്കിൽ നമ്മുടെ നാഥനും എന്തുണ്ട്? അവന് മുറിവുണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കുമ്പോ എന്റെ ഉള്ളിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട് പലപ്പോഴും പറയുന്നുണ്ട്. നമ്മുടെ പ്രശ്നങ്ങളൊന്നും നമ്മുടെ പ്രശ്നങ്ങളല്ല. അത് ദൈവമായ കർത്താവിന്റെ കണ്ണുകളിലൂടെ കണ്ടാൽ അത് മനസ്സിലാവുള്ളൂ. നമ്മുടെ കണ്ണുകളിലൂടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല. നമ്മുടെ പ്രശ്നമൊക്കെ വലിയ പ്രശ്നമായിട്ട് നമുക്ക് തലയിൽ ഭയങ്കര ഭാരമായിട്ട് തോന്നും. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ദൈവത്തിന്റെ കണ്ണുകളിലൂടെ നോക്കിക്കണ്ടാൽ, ദൈവം ഇങ്ങനെയാണല്ലോ കാണുന്നത്, ദൈവം ഇങ്ങനെയാണല്ലോ ചിന്തിക്കുന്നത്, അങ്ങനെ ദൈവത്തിന്റെ കണ്ണുകളിലൂടെ നോക്കിക്കണ്ടാൽ നമ്മുടെ പ്രശ്നമേ അല്ല. നമ്മുടെ രോഗം നമ്മുടെ രോഗമല്ല. മോളെ എനിക്ക് അനുഭവിക്കുന്ന അസ്വസ്ഥതകളോ ഒന്നും ഇതേയല്ല, ഇതുപോലെ അനേകർക്കുണ്ട് കേട്ടോ എന്ന്, അതിന്റെ അവസ്ഥ ഇങ്ങനെയാട്ടോ, അവരുടെ ചിന്താഗതി ഇങ്ങനെയാട്ടോ, അവരുടെ വേദന ഇങ്ങനെയാട്ടോ എന്ന് നമ്മുടെ ശരീരത്തിലുള്ള ദൈവം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കും. അതൊരു വെളിപ്പെടുത്തലാണ് ഈ രോഗം, തകർച്ച, പ്രശ്നങ്ങളൊക്കെ. ആ രോഗമായിട്ട് എടുക്കുന്നവർക്ക് ഏറെക്കാലം അത് സഹിക്കേണ്ടി വരും. വചനം പറയുന്നു ക്ഷമാശീലന് ക്ഷമാശീലന് കുറച്ചു കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരികയുള്ളൂ. ക്ഷമാശീലൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാണ്? ക്ഷമാശീലൻ ആ വാക്ക് എങ്ങനെയാ? ആ വാക്കിന്റെ ഒന്ന് പറഞ്ഞത് ക്ഷമാശീലൻ എന്ന് പറഞ്ഞു. ആ ക്ഷമശീലമാക്കി. ക്ഷമിച്ചു 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 അത് ശീലമായി അല്ലേ? നമ്മൾ പറയുന്ന ക്ഷമിക്കൂ, അതാ നമ്മുടെ തലയിലുള്ളൂ, അതേ നമ്മുടെ തലയിലുള്ളൂ. അതിനൊരു നെല്ലിപ്പലയുണ്ട്, അതിരുണ്ട് അല്ലേ? അങ്ങനെയൊക്കെ അതൊക്കെ നമ്മുടെ തലയിലിരിക്കുന്നു. മറിച്ച് ക്ഷമാശീലന് കുറച്ചു കാലത്തേക്ക് സഹിക്കേണ്ടി വരുള്ളൂ. ക്ഷമ അതിന്റെ മറുവശനായിരിക്കും. അതിന്റെ മറുവശനാ ക്ഷമാശീലന് കുറച്ചു കാലത്തേക്ക് സഹിക്കേണ്ടി വരും. ക്ഷമിക്കാൻ പറ്റാത്തവൻ എന്ത് ചെയ്യണം? എന്ത് സംഭവിക്കും? ഒരുപാട് കാലം സഹിക്കേണ്ടി വരുമെന്ന് അതിന്റെ മറുവശം. ഏതൊരു പ്രശ്നം ഉണ്ടെങ്കിലും ആ പ്രശ്നത്തിന്റെ പിന്നിൽ ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. ജെറമിയ 29:11 പറയുന്നു, എനിക്ക് നിങ്ങളെ കുറിച്ചൊരു പദ്ധതി എന്റെ മനസ്സിലുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് അല്ലേ? ഇതൊക്കെ നമ്മൾ 100 പ്രാവശ്യം കേട്ടിട്ടുണ്ട്, 1000 പ്രാവശ്യം കേട്ടു, 10,000 പ്രാവശ്യം കേട്ട് കഴിഞ്ഞു. ഇത് കാണാപ്പാടാണ്. പക്ഷെ എന്താണ് ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പദ്ധതി? ഈ തകർച്ചയിലൂടെ ദൈവം എന്താ എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു? അല്ലെങ്കിൽ ഈ രോഗത്തിലൂടെ ദൈവം എന്നെ കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നു? അല്ലെങ്കിൽ എന്റെ കടബാധ്യതയിലൂടെ ദൈവം എന്താ ആഗ്രഹിക്കുന്നു? എന്നെ കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് ദൈവം വെളിപ്പെടുത്തി തരാൻ പോവുക. അത് മനസ്സിലാക്കുന്നത് വരെയും നമ്മൾ ഇരുട്ടത്ത് തപ്പുന്നവരായി.
ഒരു തകർച്ച അല്ലെങ്കിൽ ഒരു രോഗം മനസ്സില്ലാ മനസ്സോടെ സ്വീകരിക്കുന്ന വ്യക്തിയുണ്ട്. ദൈവകരങ്ങളിൽ നിന്ന്, ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് മനസ്സിലാക്കി ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്ന വ്യക്തിയുണ്ട്. രണ്ട് മനോഭാവമുള്ള ആളുകളുടെ അവസ്ഥ അത്. ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്ന ആൾക്കോ അത് അനുഗ്രഹമായിട്ട് മാറും. ആ വ്യക്തിയുടെ രോഗത്തിലൂടെ അനുഗ്രഹം പ്രാപിച്ചു അനേകം. എനിക്കൊരു രോഗം ഉണ്ടാകും, ഞാനിങ്ങനെ ചിന്തിക്കുക, ആ ഉരുൾപൊട്ടലില് വേണമെങ്കിൽ അപ്പൊ തന്നെ ഞാൻ തട്ടി പോകാമായിരുന്നു, അപ്പൊ തന്നെ മരണപ്പെട്ടു പോയാൻ. മരണപ്പെട്ടു എന്ന് തന്നെ പറയാം. കാരണം ഞാൻ മരിച്ചെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ പാലത്തിന്റെ അവിടെ കയറ്റി കിടക്കാറുണ്ട്. അത് കഴിഞ്ഞ് പിന്നീടാണ് ശിവനും ദേവിച്ചേട്ടനും മേച്ചേച്ചികളെയും കൂടി വരുന്നത്. അപ്പൊ എവിടെയോ ഇച്ചിരി ഇടിച്ച് തിരുമ്മി വെള്ളമൊക്കെ തന്നു കുടിപ്പിച്ച് എടുത്തുകൊണ്ട് പോയി. മരണപ്പെടണമെങ്കിൽ പണ്ടേ എനിക്ക് മരണപ്പെടാമായിരുന്നു. പക്ഷെ ദൈവം ആ തകർച്ച പോലും എന്തായിട്ട് മാറ്റി. ആ ദൈവം എനിക്ക് മാത്രമല്ല അനേകർക്കത് അനുഗ്രഹമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന. അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ? പ്രിയമുള്ളവരെ, ഒരു മനുഷ്യന് ഒരു തകർച്ച ഉണ്ടാകുമ്പോൾ ആ തകർച്ചയുടെ പിന്നിലുള്ള പദ്ധതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യുന്നു. സ്വർണം തീച്ചുളയിലാണ് ശുദ്ധി ചെയ്തെടുക്കുന്നത്. എന്നിട്ട് വചനം അടുത്ത് പറയാണ്, സഹനത്തിന്റെ തീച്ചുളയിൽ കർത്താവിന് സ്വീകാര്യരായത് എന്ന് പറഞ്ഞാൽ സഹനത്തിന്റെ തീച്ചൂള ഒരു മനുഷ്യന് കൊടുത്തിച്ച് ആ തീച്ചൂളയിലൂടെ ദൈവം ഒരുക്കി വർക്കാം. നീ എന്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈശോയെ കുറിച്ച് പറയുകയാണ്, ജോർദാൻ നദിയിൽ സ്നാനം കഴിഞ്ഞ് കരക്കേറിയ ഉടൻ തന്നെ ആത്മാവ് പ്രാവെന്ന ദേഹലോകത്തിൽ ഈശോയുടെ മേൽ വന്നിറങ്ങി. സ്വർഗത്തിന്റെ പിതാവായ ദൈവം പറയുകയാണ്, ഇവനെന്റെ പുത്രൻ എന്നല്ല പറഞ്ഞേ, ഇവനെന്റെ പ്രിയപ്പെട്ടതാ, പ്രിയപുത്രൻ അല്ലേ, ഇവൻ എന്റെ പ്രിയപുത്രൻ. അവകാശത്തോടെ പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ എന്റെ പ്രിയ പുത്രൻ. എന്ന് ആലോചിക്കുകയും ഓരോ വാക്കുകൾക്ക് ഊന്നൽ കൊടുക്കുമ്പോൾ അത് മനസ്സിലാവുള്ളൂ. ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് പറയുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് പറയുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് പറയുന്നു, ഇവൻ എന്റെ പ്രിയ പുത്രൻ എന്ന് പറയുന്നു. അത് ഓരോ വാക്കുകൾക്ക് ഊന്നൽ കൊടുത്തു പറയുമ്പോൾ അതിന്റെ കാര്യങ്ങളെ നമുക്ക് ഗൗരവമായിട്ട് മനസ്സിലാവും. വെറുതെ പുസ്തകം വായിക്കുന്ന പോലെ വായിച്ചു പോയാൽ നമുക്കതൊന്നും മനസ്സിലാവില്ല. വചനം വായിക്കുന്ന ഈ രീതിയിൽ വായിച്ചാൽ അതിന്റെ ആന്തരിക അർത്ഥത്തിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും. ഓരോ വാക്കുകൾക്കും ഊന്നൽ കൊടുക്കുക. ആദ്യം വായിക്കുമ്പോൾ ഒരു വാക്കിന് ഊന്നൽ കൊടുക്കുക, രണ്ടാമത് വായിക്കുമ്പോൾ അടുത്ത വാക്കിന് ഊന്നൽ കൊടുക്കുക. നിങ്ങൾ അങ്ങനെ ആ ആത്മീയ രഹസ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി നോക്കി ഒരു പുതിയ ലോകം തന്നെ നമുക്ക് തിരിഞ്ഞു കിട്ടും. ഇതിപ്പോ ദൈവസ്നേഹത്തെ കുറിച്ച് ഒരാളോട് ക്ലാസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ആളോട് അതേ ക്ലാസ് ദൈവസ്നേഹത്തെ കുറിച്ച് പറയാൻ പറഞ്ഞിട്ട് സെയിം വചനം തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് വായിക്കുമ്പോൾ ഏതിനാണോ അവർക്ക് ഊന്നൽ കൊടുക്കാൻ പറ്റിയത് അതനുസരിച്ച് ക്ലാസ് വേറെ തിരിഞ്ഞു വരും. മറ്റേ ആൾക്ക് വേറെ രീതിയിലായിരിക്കും ക്ലാസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സ്നേഹമുള്ളവരെ, നമ്മളെ സഹനത്തിന്റെ തീച്ചുളയിലൂടെ ഇവന്റെ പ്രിയപ്പെട്ടതാണെന്ന് ദൈവം ലോകത്തോട് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണ് നമുക്ക് സഹനം എത്തിച്ചേരുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു. അതിന്റെ ആന്തരിക ആഴമേറിയ ആത്മീയ അർത്ഥങ്ങളുണ്ടായില്ല. ഓരോ തകർച്ചയുടെ പിന്നിൽ നമുക്കൊരു തകർച്ച ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. പറഞ്ഞ് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. പക്ഷെ പലരെയും ദൈവം നമ്മുടെ മുമ്പിൽ കാണിച്ചിരിക്കുക. നമ്മൾ കണ്ടിട്ടില്ലാത്ത ആളുകൾ പല രാജ്യങ്ങളും പല സ്ഥലത്തും ഇതേ അസ്വസ്ഥ അനുഭവപ്പെടുന്ന ആളുകളുണ്ട്. ഈ കടബാധയുള്ള ആള്, ഈ നിരാശയുള്ള ആള്, ഇതുപോലെ കുടുംബജീവിതം തകർന്ന ആള്, ഇതുപോലെ ആത്മഹത്യ പ്രവണതയുള്ള ആള്, അല്ലെങ്കിൽ ഇതുപോലെ ദാമ്പത്യ ജീവിതം തകർന്ന ആള്, ഈ ആത്മീയ ജീവിതം തകർന്ന ആള്, ആത്മീയതയിൽ വന്നിട്ടും ആത്മീയത മറ മാത്രം പിടിച്ചുകൊണ്ട് അതിൻ്റെ ആത്മീയതയിൽ നിന്ന് പൂർണ്ണമായിട്ട് താഴെ വീണുപോയ ആളുകൾ ഒക്കെ ഉണ്ടെന്ന് നമ്മുടെ ജീവിതത്തിലൂടെ ദൈവം നമുക്ക് അനേകരെ കാണിച്ചു തരും. അങ്ങനെ കാണാൻ പറ്റിയാൽ, കണ്ണു തുറന്ന് കാണാൻ പറ്റിയാൽ രക്ഷപ്പെട്ടു. വേറെ നമ്മൾ വായിച്ചോളൂ.
ദൈവം ഒരു മനുഷ്യനോട് പറയാണ്, അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കും, വളരെ ശ്രദ്ധയോടെ കൂടിയായിരിക്കും. ഇത് എന്താ? എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യും. എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കാനാണ്. പിന്നെ പറയുകയാണ് ഒരു ഉപമയും, അതായത് മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകും. അപ്പൊ സമ്പത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട ആ സമ്പത്ത് വന്നുപോകും. സമ്പത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഭൗതികമായിട്ട് കിട്ടാമെന്നെല്ലാം നമുക്ക് കിട്ടും. പക്ഷെ ദൈവത്തെ കിട്ടും. ദൈവത്തെ കിട്ടുമോ? നമ്മളൊരു 10 കോടി രൂപ കൊടുത്താൽ ദൈവത്തെ കിട്ടുമോ? കിട്ടും. നമ്മളിപ്പോ എന്തെല്ലാം ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവത്തെ കിട്ടില്ല. ദൈവത്തെ നേടാൻ, ദൈവത്തെ സ്വന്തമാക്കാൻ പോകുന്ന ആൾ. അപ്പൊ ദൈവത്തിൽ നിന്ന് വരുന്ന നന്മയല്ല, ദൈവമേ എനിക്ക് ഇന്ന നന്മ തരണമേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. അതിത്ര നാൾ നമ്മൾ പ്രാർത്ഥിച്ചു, എനിക്ക് ഈ അനുഗ്രഹം തരണം, ഈ തടസ്സം മാറ്റി തരണം എന്നുള്ള പ്രാർത്ഥന നിർത്തണം നമ്മൾ. അതൊരു കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമാണ്. ഇനിയുള്ള കാലഘട്ടത്തിൽ ആ പ്രാർത്ഥന മാറ്റിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്താ? എന്നാ നമുക്ക് വേണ്ടത്? ദൈവത്തെ വേണം. എനിക്ക് ദൈവത്തെ മതി, എനിക്ക് ദൈവത്തെ വേണം. ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ വേണം എനിക്ക്. ത്രിത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണം. ഈ കാലഘട്ടത്തില് ഈശോ നമുക്ക് വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് അയച്ചതാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണം. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും മാറ്റി 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 നമുക്ക് വഴി തുറന്നു തരും. രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. രണ്ട് കാര്യം നമ്മുടെ ജീവിതം എല്ലാം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, എല്ലാ പ്രതികൂലങ്ങളും മാറിക്കിട്ടണമെങ്കിൽ രണ്ടേ രണ്ട് കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് തൊട്ടു മുമ്പിൽ നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ വെച്ച് നോക്കിയേക്കാം. സ്നാപക യോഹന്നാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നറിയോ? കർത്താവിന് വഴിയൊരുക്കുവിൻ. രണ്ടാമത്തെ കാര്യം അവന്റെ പാത നേരെയാക്കും. നമ്മൾ പറയുന്ന തന്നെ എന്റെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി തരണം. ഞാൻ പോണ വഴികളെല്ലാം കർത്താവ് എന്ത് ചെയ്യണം? നീ എല്ലാം ശരിയാക്കി തരണമേ. മനസ്സിലായി? നമ്മുടെ പ്രാർത്ഥന എവിടെ നിൽക്കണമെന്ന് ആലോചിച്ചു. ഇവിടെ പറയുന്നത് എന്താ? കർത്താവിന് വഴി ഒരുക്കുവിൻ, അവന്റെ പാത നേരെയാക്കും. കർത്താവിന് എങ്ങോട്ടുള്ള വഴി ഒരുക്കണ്ടേ? കർത്താവിന് എങ്ങോട്ടുള്ള വഴി ഒരുക്കണ്ടേ? എന്ത് ചോദിക്കും? അവിടെ നിന്ന് ഓർമ്മ നോക്കി. കർത്താവിന് ആദ്യം നമ്മളിലേക്ക് കർത്താവ് വരാനുള്ള എന്തെങ്കിലും യോഗ്യത നമുക്ക് കൊണ്ടുവന്ന് പരിശോധിച്ചു. നമ്മളെല്ലാം കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്, തന്നിലേക്ക് പരാതിയാണ്. എന്ത് നമ്മൾ ദൈവത്തോട് ചോദിച്ചാൽ എന്ത് തരാനുള്ള എന്ത് യോഗ്യത നമുക്കുണ്ട്? ഒരു യോഗ്യത പോലും ഇല്ലാതിരുന്നിട്ടും ഞാൻ എത്ര നാളായി പ്രാർത്ഥിച്ചു, എന്നിട്ട് ദൈവം കണ്ടില്ല, ദൈവം തന്നില്ല. നമുക്ക് പരാതിയാണ്. നമ്മൾ എന്തെങ്കിലും യോഗ്യത നമുക്കുണ്ടോ? ഒരു യോഗ്യത പോലും ഇല്ല. നമ്മൾ ചിന്തിച്ചു നോക്കണം. എല്ലാം സൗജന്യമായിട്ടാണ് ദൈവം തരുന്നത്. അങ്ങോട്ട് വലിക്കുന്ന ശ്വാസം അങ്ങോട്ട് വലിച്ചിട്ട് പിന്നെ വിടാൻ പറ്റിയില്ലെങ്കിലോ ആൾ മരിച്ചുപോയി. ആലോചിക്ക്, ഇതെല്ലാം അങ്ങോട്ട് എത്രയോ പ്രാവശ്യം, ഇന്ന് ഒരു ദിവസം എത്ര പ്രാവശ്യം ശ്വാസോച്ഛ്വാസം നടത്തി, എത്ര പ്രാവശ്യം കണ്ണടച്ച് തുറന്നു. ആലോചിക്ക്, നമ്മൾ ചുമ്മാ ഇരിക്കുന്ന മരിച്ച മനുഷ്യനെ പോലെ ഇരിക്കല്ല, ഓരോ പ്രാവശ്യം ശരീരം മുഴുവൻ അനങ്ങിക്കൊണ്ടിരിക്കുക. അതെല്ലാം ദൈവം തരുന്ന സൗജന്യമായ ദാനങ്ങൾ. എല്ലാം ഫ്രീ ആയിട്ട് തരുമ്പോൾ ദൈവം ആവശ്യപ്പെടുന്നത് എന്താണെന്നറിയാമോ? നമ്മളിൽ നിന്ന് എന്നായിരിക്കും? സഭാപ്രസംഗം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മനുഷ്യൻ മരിക്കുന്നു, മണ്ണ് മണ്ണോട് ചെയ്തു, ആത്മാവ് തന്റെ ദാതാവായ ദൈവത്തിലേക്ക് മടങ്ങുന്നു. അപ്പൊ നമ്മുടെ ആത്മാവ് എവിടെ ചെല്ലും? ദൈവത്തിലേക്ക് എത്തപ്പെടണം. മുറിവേറ്റ് തകർന്ന് നശിച്ചു കിടക്കുന്നതാണെങ്കിൽ ദൈവം ഭയങ്കര ബുദ്ധിമുട്ടാകും. നമ്മുടെ ആത്മാവിനെ നശിപ്പിച്ചു കഴിഞ്ഞാണെങ്കിൽ സ്വർഗത്തിൽ കയറി പോകാൻ പറ്റാത്ത രീതിയിൽ, നമുക്കറിയാലോ ഈ സാത്താൻ എന്ന് പറയുന്ന സംഭവം നമ്മൾ കേട്ടു. സാത്താൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആദ്യത്തെ പേരെന്നാണ് ലൂസിഫർ. ഈ ലൂസിഫർ എവിടെ നിന്നാ?
ഇത് 9 മാലാഖമാരാ. 10 മാലാഖമാരുണ്ടായിരുന്നു. 10 മാലാഖമാർ. ഈ 10 മാലാഖമാരില് ഏറ്റവും പ്രധാനിയായിരുന്നു ആര്? പ്രധാനപ്പെട്ട മാലാഖമാരിൽ പ്രധാനിയായിരുന്നു. അപ്പൊ ആ മാലാഖയ്ക്ക് ദൈവത്തിന്റെ എല്ലാ കൃപകളും ദൈവം എല്ലാ കൃപകളും കൊടുക്കുക, എല്ലാ അധികാരമൊക്കെ കൊടുക്കുക. ആ അധികാരം ദൈവത്താൽ ലഭിച്ചതാണ്. ദൈവത്താൽ ലഭിച്ച അധികാരം അത് തെറ്റായ രീതിയിൽ ഉപയോഗിച്ചപ്പോൾ ദൈവ പദ്ധതിയിൽ നിന്ന് അവൻ എന്ത് ചെയ്തു? മാറ്റപ്പെട്ടു. ദൈവസന്നിധിയിൽ നിന്ന് അവൻ മാറ്റപ്പെട്ടു, ശപിക്കപ്പെട്ടവനായിട്ട് മാറി. കിട്ടിയ അഭിഷേകം നഷ്ടപ്പെട്ടിട്ടില്ല, അവനിപ്പോഴും പൈശാചികമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ആലോചിക്ക്, മന്ത്രവാദം, കൂടത്തിൽ, ഇങ്ങനെ എല്ലാ സംഭവങ്ങളും എല്ലാത്തിനും ഉപയോഗിക്കുന്നത് അന്ന് ദൈവം കൊടുത്ത ആ അഭിഷേകം അത് തിന്മയായിട്ട് ഉപയോഗിച്ച് പൈശാചികമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, സൈതാനികമായിട്ട് ഉപയോഗിക്കുക. സാത്താൻ സേവ, ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ അങ്ങനെ ദൈവദത്തമായ ആത്മാവിനെ ദുരുപയോഗിക്കും. ഇപ്പോഴും നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ ദൈവത്തിൻ്റെ ആണോ പിശാചിന്റെ ആണെന്നൊക്കെ നമുക്കറിയാൻ പറ്റും. അവനങ്ങനെ ചെയ്തു, ദൈവത്താൽ ശപിക്കപ്പെട്ട് തള്ളപ്പെട്ടു, സ്വർഗത്തിൽ തള്ളപ്പെട്ടു. നമ്മളും പരിശുദ്ധ കുമ്പസാരവും കുർബാന സ്വീകരണവും എല്ലാം കഴിഞ്ഞു അഭിഷേകത്തോടുകൂടി നമ്മൾ നിൽക്കുക. അങ്ങനെ അഭിഷേകത്തോടുകൂടി നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്നു, നമ്മുടെ ജീവിതം തുടങ്ങി കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കിട്ടിയ അഭിഷേകമെല്ലാം അങ്ങ് മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ നിങ്ങളൊക്കെ അടിയും ബഹളവും പ്രശ്നവും പ്രാക്കും ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ നമ്മൾ ഈ ലൂസിഫറിന്റെ ആ ട്രാക്കിലേക്ക് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, ആ വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ കുറിച്ച് ദൈവത്തിന് പദ്ധതികളുണ്ട്. നമ്മളെ കുറിച്ച് ദൈവത്തിന് എനിക്ക് നിങ്ങളെ കുറിച്ച് പദ്ധതിയുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, നിങ്ങളുടെ ക്ഷേമത്തിനുള്ളതാണ്. അപ്പൊ നാശത്തിനല്ല, നമ്മൾ കാണുമ്പോൾ നാശത്തിനാന്ന് തോന്നുന്നത് പോലും നാശത്തിനല്ല എന്ന് അതിൻ്റെ അർത്ഥം. അതോ എന്തിനു വേണ്ടിയിട്ടാണ്? ക്ഷേമത്തിനുള്ളതാണ്. പിന്നെയോ അടുത്ത് പറയുന്നതിനാ നിങ്ങൾക്കൊരു ശുഭമായ ഭാവിയും പ്രത്യാശയും തരുന്ന പദ്ധതി. അപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന ഭാവിയേക്കാൾ, നമുക്ക് നമ്മളെ കുറിച്ച് കാണുന്ന ഭാവിയേക്കാൾ ശുഭമായ ഒരു ഭാവിയും പ്രത്യാശയും ദൈവം കാണുന്നുണ്ട് നമ്മളെ കുറിച്ച്. അപ്പൊ ആ തകർച്ച എഴുതിനായിട്ട് മാറുന്നത് നമ്മുടെ ഭാവിയെ കുറിച്ച് ദൈവം പ്ലാൻ, നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ദൈവം അത് പ്ലാൻ ചെയ്ത് അനുവദിച്ച് തന്നേക്കുന്ന, സ്വർഗത്തിൽ നിന്ന് അനുവദിച്ചിരുന്ന നമ്മുടെ രോഗം, നമ്മുടെ തകർച്ച, നമ്മുടെ പ്രശ്നം എത്ര നാളത്തേക്ക് ഉണ്ടാവുന്നത്? ക്ഷമിക്കുവാണെങ്കിൽ, ദൈവകർമ്മങ്ങൾ സ്വീകരിക്കുവാണെങ്കിൽ കുറച്ച് നാളത്തേക്ക് സഹിക്കേണ്ടി വരും. മനസ്സോടെ സഹിക്കുവാണെങ്കിലോ കുറേയേറെ നാളുകൾ സഹിക്കേണ്ടി വരും. ക്രിസ്തല്ലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മളെ എങ്ങോടെങ്കിലുമൊക്കെ പോയച്ചൊക്കെ തിരിച്ചു വരുമ്പോൾ നമ്മുടെ മുഖമൊക്കെ ഇരുണ്ട് കറുത്ത് ഭയങ്കര വിഷമം, അസ്വസ്ഥത. ഒരു ധ്യാനം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ, ധ്യാനം കഴിഞ്ഞവരുടെ മുഖം കാണുമ്പോൾ അവരുടെ മുഖത്ത് പ്രകാശമുണ്ട്. നമ്മുടെ മുഖത്ത് എന്തില്ല? നമ്മുടെ മുഖത്ത് എന്തുണ്ട്? നമ്മുടെ മുഖത്ത് ഇരുട്ടാ. നമ്മുടെ മുഖത്ത് സന്തോഷമില്ല. നമുക്ക് വലിയൊരാൾക്ക് ഈശ്വരശാഖ സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ സത്യത്തിൽ മുഖത്ത് നോക്കുക, നോക്കാറുണ്ടോ? മനുഷ്യൻ നമ്മള് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോ പരസ്പരം സ്തുതി കൊടുത്തേ എന്ന് പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യും? അവിടെ ചിരിയോട് ചിരിയായിരിക്കും, ചിരിച്ച് പിന്നെ ആ ധ്യാനം കഴിഞ്ഞ് നമ്മൾ ചിരി കൊടുത്താലാട്ടോ ചിരി കിട്ടുള്ളൂ. ഇല്ലെങ്കിലോ നീ കൊടുക്കുന്ന അളവനുസരിച്ച് നിനക്കും അളന്ന് കിട്ടുന്ന ബൈബിൾ പറയും. അതുകൊണ്ട് നമ്മൾ കൊടുത്ത എന്താണോ അത് നമുക്ക് കിട്ടും, ഉറപ്പായിട്ടും അതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമ്പത്തിന്റെ പുറകെ നമ്മൾ പോകരുത്. പിന്നെ ഇതിന് പുറകെ പോകണം? ദൈവത്തിന്റെ പുറകെ പോകണം, ദൈവത്തിന്റെ ആത്മാവിന്റെ പുറകെ പോകണം. ദൈവത്തിന്റെ ആത്മാവേ, എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എവിടെയാണ്? എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കാത്തത് എന്തുകൊണ്ടാണ്? എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി തരാത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ ചോദ്യങ്ങൾ അങ്ങനെയാണ്. നമ്മുടെ ചോദ്യങ്ങൾ വേറെ രീതിയിലേക്ക് പോയി. ഞാൻ എത്ര നാൾ പ്രാർത്ഥിച്ചത് എന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നില്ല, എന്റെ കാര്യം സാധിക്കുന്നില്ല. അത് നമ്മുടെ ചിന്തയും റൂട്ടുകൾ അങ്ങോട്ട് മാറിപ്പോയിരുന്നു. അപ്പൊ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണ്? എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ലയിച്ചു ചേരാൻ തടസ്സമായിട്ടുള്ള കാര്യം. ഇനി ലയിക്കണമെങ്കിൽ എളുപ്പമുള്ള വഴി, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ
നിഗളികളെ ദൈവം പൊറുക്കുന്നു. ബൈബിളിലുള്ള കാര്യം. നിഗളിയെ ദൈവം പൊറുക്കുന്നു, എളിമയുള്ളവനോ അവൻ കൃപ വർഷിക്കുന്നവർ. അപ്പൊ ദൈവകൃപ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എളിമപ്പെടുക. ആരുടെ മുമ്പിലാണ് എളിമപ്പെടാൻ ഇഷ്ടമില്ലാത്തത്? അവരുടെ മുമ്പിൽ പോലും എളിമപ്പെടാൻ ശ്രമിക്കും. അപ്പൊ ദൈവം കൃപയാക്കി മാറ്റുക. അപ്പോ ദൈവകൃപ കിട്ടാനായിട്ടുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയാണ് എളിമപ്പെടുക. പരിശുദ്ധ അമ്മയെ കുറിച്ച് പറയാണ്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, സ്ത്രീകളിൽ വച്ച് നീ ഏറ്റവും ഭാഗ്യവതിയാണ്. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിൽ തന്നെ പറയുന്നത് അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയാണ് കടാക്ഷിച്ചത്. ആലോചിക്കുക, ദൈവത്തിന്റെ മാതാവ് പരിശുദ്ധ അമ്മ പറയുന്നതാണ് കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞിട്ട് അവളുടെ താഴ്മയാണ് ദൈവം എന്ത് ചെയ്തത്? അനുഗ്രഹിച്ചത്. നമ്മൾ ചില ആളുകൾ, നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യും? അവരുടെ മുമ്പിലൊക്കെ നമുക്ക് താഴ്മ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഒരാളോട് കരി തോന്നി കഴിഞ്ഞാൽ പിന്നെ അവരുടെ മുമ്പിൽ നമുക്ക് അവരുടെ മുമ്പിൽ ചെറുതാകാൻ പറ്റില്ല. ചെറുതാകാൻ വേണ്ടിയിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. നമ്മളെല്ലാവരും ഇതിനു വേണ്ടി വിളിക്കപ്പെട്ടങ്ങനെ ചെറുതാകാൻ വിളിക്കപ്പെട്ടതാണ്. നമ്മൾ എന്തോരം ചെറുതാകാവുന്നോ അത്രയും ചെറുതാകുമ്പോൾ നമ്മൾ എന്തോരം വലുതാക്കാവോ അത്രയും ദൈവം വലുതാക്കും. അതാണ് ദൈവത്തിന്റെ പദ്ധതി. ചിന്തിച്ചോളണം, നമ്മൾ എന്തോരം ചെറുതാകാവോ അത്രയും ചെറുതാകുമ്പോൾ എന്തോരം നമ്മൾ വലുതാക്കാമോ അത്രയും ദൈവം നമ്മളെ വലുതാക്കും, ഉയർത്തും. അതാണ്. മറ്റൊന്ന് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരുടെ മുമ്പിൽ എന്ത് ചെയ്യുന്നത്? ചെറുതാകാൻ ശ്രമിക്കലാണോ? ഇവിടെ വലിപ്പമുണ്ടെന്ന് കാണിക്കും. ആ പാടത്ര സെന്റ് സ്ഥലമുണ്ട്, ആ പാടത്ര സെന്റ് സ്ഥലം 3 സെന്റ് സ്ഥലമുണ്ട്. മനസ്സിലാവണ്ടേ? ഇത് ആ പാടത്ര സെന്റ് സ്ഥലമുണ്ട്. അപ്പോൾ എന്റെ നിൽക്കും ഭാവവും കണ്ടു കഴിഞ്ഞാൽ അത്ര തോന്നും. നിങ്ങൾ പറ, ഒരു 10 ഏക്കർ സ്ഥലം കണ്ട, 10 ഏക്കറും പിന്നെ എന്തൊക്കെയുണ്ട്? കുറെ മാന്തോപ്പം പിന്നെ ആ ഉള്ളതുപോലെയൊക്കെ എന്റെ നിൽക്കും ഭാവവും. മനസ്സിലായോ? ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുതെന്ന വചനം പഠിക്കുന്നു. ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കേണ്ടടത്ത് എന്ത് ചെയ്തോളണം എന്നോണം. ഞാൻ ഇപ്പൊ വന്നപ്പോ ഒരു ആനേനെ മേടിച്ചോണ്ടാ വന്നേ. ആ ചേച്ചി ഇരട്ടി പറഞ്ഞേ, ഉള്ളതിലധികം മേന്മ. ഹല്ലേലൂയ, ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചിരിക്കാൻ പറ്റില്ല, പേപ്പർ എടുക്കും. അവസാനിപ്പിക്കുക. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പൊ എന്ന് പറയുന്ന പോലെ ഉള്ളത് പറയാനല്ല, ഇല്ലാത്തത് ഉണ്ടാക്കി അങ്ങ് വലിപ്പം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ആഗ്രഹത്തിൽ ജീവിക്കുന്ന കുറെ ആളുകളുണ്ട്. ഇതിനെക്കുറിച്ച് അല്ലാട്ടോ പറഞ്ഞു, ഇനി മൊത്തത്തിൽ പറഞ്ഞു. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മൾ ഇത്രയേ ഉള്ളൂ എന്ന് നമ്മൾ സ്വന്തമായിട്ട് ചിന്തിക്കണം, വിശ്വസിക്കണം. എല്ലാവരുടെയും പ്രശ്നം എന്നാ? ഈ കുരിശിനുണ്ടപ്പോ ഒരുമാതിരി നല്ല കുരിശാണ്, നല്ല വലിപ്പമുള്ളൊരു കുരിശാണ് അല്ലേ? ആ കുരിശ് എടുത്തേച്ച് അതിൻ്റെ അടുത്ത് ഈ കുരിശ് വെച്ചപ്പോ എന്നാ തോന്നി? ഈ കുരിശ് അയ്യോ ചെറുതായി പോയല്ലോ. ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി ഇത്ര വലിയ സമ്പന്നന്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോ അയ്യോ ഞാൻ അത്ര ഇല്ല എന്ന് നിരാശയാ. മനസ്സിലായോ? അപ്പോ ആ മനുഷ്യൻ എന്ത് കണ്ടാ മതി? ഈ കുരിശ് കണ്ടാ മതി. ഈ കുരിശ് എടുത്ത് വെച്ച് ഈ കുരിശിന്റെ അടുത്ത് വെച്ച് നോക്കിയാൽ ഇതിനേക്കാളും മെച്ചാണല്ലോ ഇത് എന്ന് തോന്നണം. എന്തിനാ പറഞ്ഞെന്നറിയാവോ? ഞാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ദൈവം ഇങ്ങനെയാ സൃഷ്ടിച്ചേക്കുന്നത്, ഇത്രയും വലിപ്പത്തിൽ ഇത്രയും കഴിവില്ലാ ദൈവം സൃഷ്ടിച്ചേക്കുന്നത്. അപ്പൊ എന്നേക്കാൾ കഴിവുള്ള വേറൊരാളെ കണ്ടു കഴിഞ്ഞപ്പോ അയ്യോ എനിക്ക് അത്രയും കഴിവില്ലല്ലോ എന്ന് വെച്ച് മനസ്സിടിഞ്ഞു പോകാൻ വേണ്ടിയിട്ടല്ല, എന്നേക്കാളും മന്ദബുദ്ധികളായ അല്ലെങ്കിൽ കഴിവില്ലാത്തവർ വേറെ ഉണ്ട്. അവരെ വെച്ച് നോക്കുമ്പോൾ ദൈവമേ നീ എന്നെ ഇത്രയും വലുതാക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. മറിച്ച് വലിയവരെ നോക്കിക്കൊണ്ട് നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഹല്ലേലൂയ പറഞ്ഞതിന്റെ ആശയം മനസ്സിലായോ? നമ്മള് എന്നെ സൃഷ്ടിച്ചേക്കുന്നത്
പോലെ രൂപവും ഭാവവും ഒരു തലയും 2 കൈയും 2 കാലും ഉള്ളവരാക്കിയായിട്ട് നിങ്ങളെ സൃഷ്ടിയാണ്. പക്ഷെ ഒറ്റ കാര്യമുണ്ട്, എന്റെ കഴിവല്ല നിങ്ങൾക്ക്, എന്നെക്കാളും നല്ല വലിയ കഴിവ് വേറെ ഉണ്ടാകാം. ചിലപ്പോൾ നിങ്ങളുടെ കഴിവിനേക്കാൾ വലിയ കഴിവ് എനിക്കുണ്ടാകാം. ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള എബിലിറ്റി, കഴിവുകളെ ദൈവം അവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നു ഓരോരുത്തരുടെയും ജീവിതം. പ്രിയമുള്ളവരെ, നമുക്ക് ഓർക്കാം, എന്നെ ദൈവം സൃഷ്ടിച്ചേക്കുന്നത് എന്നെക്കുറിച്ച് ദൈവത്തിന് ഇവരെ പോലെയുള്ളൊരു പദ്ധതിയല്ല, വേറെ എന്തോ ഒരു ഡിഫറെന്റ് പദ്ധതിയാണ്, ഒരു വ്യത്യസ്തമായ പദ്ധതിയാണ്. അങ്ങനെ മനസ്സിലാക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. എല്ലാവരും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഏത് വരം കിട്ടാനായിട്ട് ആഗ്രഹം? ഇല്ല, അവരവരുടെ കാര്യം പറയിച്ചത് ആഗ്രഹമൊന്നുമില്ലോ. ഏതാഗ്രഹമുള്ളത് അത് മനസ്സിലായി. ഏത് വരം, പരിശുദ്ധാത്മാവിന്റെ ഒരു സ്വഭാവമാണ് വരങ്ങൾ, ദാനങ്ങൾ, ഫലങ്ങൾ. അതിൽ ഏത് വരമാണ് ഇഷ്ടം എന്ന് ഞാൻ ചോദിച്ചത്. ആഗ്രഹിക്കുന്നു. ദർശനപരമാണോ, ഭാഷാപരമാണോ, വ്യാഖ്യാനപരമാണോ, പ്രബോധനപരമാണോ, ശുശ്രൂഷപരമാണോ, അത്ഭുതങ്ങൾ അടയാളം പ്രവർത്തിക്കാനുള്ള വരമാണോ, പിശാചുകൾ ബന്ധിക്കാനും പരിഷ്കരിക്കാനുള്ള വരമാണോ? അങ്ങനെ ഓരോ വരങ്ങളുണ്ട്. ദർശനപരമുണ്ട്, പ്രവചനപരമുണ്ട്, അങ്ങനെ ഓരോ വരങ്ങളുണ്ട്. ഇതിലേത് വരമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? എല്ലാ വരവുമാണ്. ചേച്ചിക്ക് ഏതാ ആഗ്രഹം? എന്റെ ആദ്യം അത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് പുറകെയുള്ള അയാൾ കഴിവില്ല. ആ കഴിവില്ലാത്തവർക്ക് അദ്ദേഹം കൊടുക്കോളൂ. ചേച്ചിക്ക് എന്നാ ഉണ്ട്? വൃത്തിയായില്ലേ? ശിശുവിടെ അവതരിപ്പിക്കാമെന്ന് മനസ്സിലായില്ലേ? ഹല്ലേലൂയ. ആ വഴി പോകണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സങ്കീർത്തന പുസ്തകത്തില് 55-ാം അധ്യായത്തിൽ 1-ാം വാക്യം എന്നാ പറയുന്നത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55 അല്ലേ? ശരിയല്ലേ? ദാഹാർദ്ദരെ നിങ്ങൾ ജലാശയത്തിലേക്ക്. യെശയ്യാ 55:1. ദാഹാർദ്ദരെ നിങ്ങൾ ജലാശയത്തിലേക്ക് വരുവിൻ, നിർത്തനൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ, വീഞ്ഞും പാലും സൗജന്യമായിട്ട് വാങ്ങിക്കൊള്ളുക, ആഹാരത്തിന് വേണ്ടിയല്ല പണം. ദൈവം സൗജന്യമായിട്ട് തരുന്നതാണ് എന്ത്? ഈ ദാഹിക്കുന്ന ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിന് വേണ്ടി എനിക്ക് പരിശുദ്ധാത്മാവിന് തരാവോ, ഈ പരിശുദ്ധാത്മാവിന് തരാവോ ദൈവമേ പറഞ്ഞ് ചോദിച്ച് ദാഹിച്ച് കൊതിയോടുകൂടി ചോദിക്കുന്ന വ്യക്തിക്ക്, അങ്ങനെ ദാഹമുള്ള വ്യക്തിക്ക്, ദാഹമില്ലാത്ത വ്യക്തിക്ക് വെള്ളം തന്നെ കുടിക്കാൻ പറ്റും. ദാഹിക്കുന്ന ഒരു വ്യക്തിക്ക് ആ വ്യക്തിക്ക് കൊടുക്കുന്നതൊക്കെ കൊതിയോടുകൂടി ആർത്തിയോടുകൂടി കുടിക്കും. ദാഹാർത്തര എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ദാഹത്താൽ ആർത്തി പൂണ്ടവരെ, ദാഹത്താൽ ആർത്തി പൂണ്ടവരെ, കിട്ടിയപ്പോ മുഴുവൻ കുടിച്ചു തീർക്കുന്നുള്ള രീതിയിലാണ്. ദാഹാർത്തരെ നിങ്ങൾ ജലാശയത്തിലേക്ക് വരും, നിർധനൻ വന്നു. ഈ ജലാശയം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ജലാശയം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? നമുക്കറിയാം, നമ്മൾ ജലാശയം എന്ന് പറയുന്നത് ഈ സമുദ്രം, കടല് എന്നൊക്കെ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും, അറിയാൻ പറ്റും. ദൈവത്തിന്റെ അടുത്തേക്ക് വരുന്ന വ്യക്തിക്ക് ദൈവിക ജ്ഞാനം, ദൈവത്തിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ എല്ലാ അഭിഷേകവും, ചേച്ചി പറഞ്ഞ പോലെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും എല്ലാം ആവശ്യം എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടാതിരുന്നത് കാര്യമുണ്ടോ? എല്ലാം വേണം, പക്ഷെ ഒന്നും ഇത് കിട്ടണമില്ല കേട്ടോ, ഉപയോഗിക്കാനും പറ്റുന്നില്ല. കിട്ടിയത് പോലും എത്രയാണെന്ന് അറിയാൻ പാടില്ല. മനസ്സിലായോ? ദൈവം തന്നു. അതാ ഞാനിപ്പോ ആദ്യം തുടങ്ങി വെച്ചത് ഞാൻ അവസാനിപ്പിക്കുന്നില്ല. ദൈവം 10 താലന്തുകളെ നമുക്ക് തന്നു. ദൈവം 10 കൃപ നമുക്ക് തന്നു. 10 പ്രമാണങ്ങളെ തന്നു. 10 പ്രമാണങ്ങൾ അനുസരിക്കുമ്പോൾ 10 മുത്തുകളാ, 10 രത്നങ്ങളാ അതിൻ്റെ അകത്തുള്ളത്. സ്വർഗത്തിലേക്ക് പോകാനുള്ള ഈ 10 ഓരോ മുത്തുകളും ഇതനുസരിച്ചാൽ, ഞാനാകുന്ന നിന്റെ ദൈവമായ കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകുന്നു പറഞ്ഞപ്പോ അത് ഞാൻ ദൈവം തന്നെയാണ് എൻ്റെ കർത്താവ്. ദൈവത്തെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ, ദൈവത്തെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. അങ്ങനെ ദൈവത്തെ മാത്രം ആരാധിച്ചുകൊണ്ടിരിക്കും, കാണാണ്ട് പഠിക്കുന്നല്ല, ആരാധിച്ചുകൊണ്ട് ദൈവത്തെ മാത്രം സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം മാത്രമാണ് എൻ്റെ എന്നുള്ള അവകാശത്തോടുകൂടി ഇരിക്കുന്ന ഒരു വ്യക്തി ആ ഒരു രത്നം സ്വന്തമാക്കിയെന്ന് അതിൻ്റെ അർത്ഥം. സ്വർഗത്തിലേക്ക് പോകാനുള്ള ഏക വഴി അതാണ്. അടുത്തതനുസരിക്കുമ്പോൾ അടുത്ത മുത്തുണ്ട്, അല്ലെങ്കിൽ അടുത്ത രത്നമുണ്ട്.
ആ ഓരോ കൽപ്പനകളും പാലിച്ചു പോകുമ്പോൾ ഈ 10 കൽപ്പനകളും നമ്മളെ സ്വർഗത്തിലെ ഏറ്റവും നമ്മൾ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സ്വർഗത്തിന്റെ അല്ലെങ്കിൽ ലേഖനത്തിൽ പറയുന്നുണ്ട്, സ്വർഗത്തിന്റെ എത്രാം തട്ടോളം ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ എനിക്കറിയാന്ന് പറയുന്നത്. 3-ാം തട്ട് എന്ന് പറയുന്നുണ്ട്, 7-ാം തട്ട് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. എന്തും ആയിക്കോട്ടെ. അപ്പൊ സ്വർഗത്തിന് എത്ര തട്ടുകളുണ്ട്? അതായത് നമുക്കറിയാം, നമ്മൾ കുർബാന അർപ്പിക്കുന്ന ദൈവാലയത്തിന്റെ കുർബാന അർപ്പിക്കുന്ന സ്ഥലം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ജനങ്ങൾ നിൽക്കുന്ന സ്ഥലം, ജനങ്ങൾ നിൽക്കുന്ന സ്ഥലം, മറ്റൊരു വശത്ത് ഗായക സംഘം നിൽക്കുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലം കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത പടിയിലേക്ക് കയറുന്ന എവിടെയാണെന്നറിയോ? ആ ശുശ്രൂഷകളൊക്കെ നിൽക്കുന്ന സ്ഥലം, സെറാഫുകളും ക്രോവേന്മാർ, സെറാഫിന്മാർ, പരിശുദ്ധ ദൂതങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലം. അതിന്റെ അടുത്ത സ്ഥലമാണ് വിശുദ്ധ സ്ഥലം. ആ വിശുദ്ധ സ്ഥലത്തിന്റെ അതിന്റെ അപ്പുറത്താണ് അതിവിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത്. അതായത് പരിശുദ്ധ കുർബാന ഇരിക്കുന്ന സ്ഥലം. ജെറുസലേം ദൈവാലയത്തിന്റെ വാഗ്ദാന പേടകം സ്ഥാപിച്ചിരിക്കുന്നത് ജെറുസലേം ആ ദൈവാലയത്തിന്റെ ഉള്ളിലാണ്. അവിടെയാണ് ആ വാഗ്ദാന പേടകം സ്ഥാപിച്ച സ്ഥലത്താണ് ജെറുസലേം ദൈവാലയം പറഞ്ഞത്. അതിന്റെ അതിവിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലം. അപ്പൊ നമുക്ക് ജനത്തിന്റെ അടുത്ത് നിൽക്കുന്നതാണോ, ഗായക സംഘത്തിന്റെ അടുത്ത് നിൽക്കുന്നതാണോ, അല്ലെങ്കിൽ സെറാഫുകളുടെ അടുത്ത് നിൽക്കുന്നതാണോ, അല്ലെങ്കിൽ അച്ഛനോടെ അടുത്ത് നിൽക്കുന്ന, അങ്ങനെ ദൈവത്തിന്റെ അതായത് തെരഞ്ഞെടുക്കപ്പെട്ടേക്കുന്ന മറ്റേ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടേക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ആയിരിക്കത് ഏരിയ എടുക്കപ്പെട്ടില്ലേ? ഓർക്കണ്ടോ? അങ്ങനെ എടുക്കപ്പെട്ടേക്കുന്ന ആളുകളൊക്കെ സ്വർഗത്തിലുണ്ടെന്നേ. പരിശുദ്ധ അമ്മ ഈ മുടി ധരിക്കപ്പെട്ടത് അവിടെയുണ്ട്. അവരൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളുണ്ട്, പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. മാർപ്പാപ്പ ലേയോ മാർപ്പാപ്പ ഇപ്പൊ ഇവിടെ എങ്ങാനും വരുവാന്ന് പറഞ്ഞാൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഫസ്റ്റ് ഇരിക്കാൻ പറ്റുമോ? നമ്മളെവിടെ ഇരിക്കുമായിരിക്കും? ഏറ്റവും പുറകിലൊക്കെ നമ്മുടെ സ്ഥാനം. എന്നാൽ നമ്മളൊരു മാർപ്പാപ്പ, നമ്മൾക്ക് കർദിനാളായാലും ആ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ കർദിനാളായി, അപ്പൊ നമ്മൾ സാധാരണ ജനങ്ങൾ ഇരിക്കണോടത്താണോ ഇരിക്കുന്നത്? അല്പം കൂടി ഉള്ളിലേക്ക് കയറും. നമ്മളൊരു അല്ലെങ്കിൽ അങ്ങനെ ഏറ്റവും വിശേഷം മാർപ്പാപ്പയോട് ചേർന്നിരിക്കാൻ പാകത്തിനൊരു അധികാരം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മാർപ്പാപ്പയുടെ തൊട്ടടുത്ത് മിണ്ടിക്കൊണ്ടിരിക്കാൻ പറ്റും. എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ആ ഗ്രേഡ് മാറുന്ന എങ്ങനെയാ അറിയാമോ? നമ്മുടെ വിശുദ്ധി പ്രാപിക്കുന്ന അനുസരിച്ച്, നമ്മുടെ ആത്മീയത വർദ്ധിക്കുന്ന അനുസരിച്ച്, വരങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്ന അനുസരിച്ച്. ദൈവം നിന്ന കൃപ ഉപയോഗിക്കാത്തവരെ കുറിച്ച് പറയുന്നു, അതായത് താലന്തുകളെ കുഴിച്ചു വെച്ചാൽ എന്ന് സംഭവിക്കും. അവരെ കുറിച്ച് പറയും ദുഷ്ടനും മടിയനുമായ വൃത്തിയാണെന്ന് പറയുള്ളൂ. ദൈവം തന്ന താലന്തുകൾ, കൃപകള്, അഭിഷേകം, ചിലപ്പോൾ സംസാരിക്കാനുള്ള കഴിവായിരിക്കാം. സംസാരിക്കാനുള്ള കഴിവ് ദൈവത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ആള് ആ താലന്ത് മണ്ണിനടിയിൽ കുഴിച്ചു വെച്ചിട്ടില്ല, അത് ഉപയോഗിക്കുകയായിരുന്നു. ആ വാക്കുകൾ കൊണ്ട് ഒരാളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്തത്. പാട്ടുപാടാൻ കഴിവുള്ള ആള്, ആ ഒരാൾ എന്ത് ചെയ്യുന്നു? മറ്റൊരാളെ ദൈവത്തിന് വേണ്ടി, ദൈവത്തെക്കുറിച്ച്, ദൈവസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ വ്യക്തി ആ പാട്ടിലൂടെ എന്ത് കണ്ടെത്തി? ദൈവസ്നേഹത്തെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ വാക്കുകൾ, ആ കഴിവ് താലന്ത് മണ്ണിനടി കുഴിച്ചു വെച്ചില്ല. ആരോഗ്യമുണ്ട്, കഴിവുണ്ട്. ഈ കഴിവൊക്കെ അവനവിടെ കണ്ട എന്നെ കൊണ്ട് പറ്റില്ല എന്നല്ല, മറിച്ച് ആ തളർന്നു കിടക്കുന്നവന് വേണ്ടിയിട്ട്, അവന് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടിയിട്ട്, ഈശോയെ പ്രതി അവന് വേണ്ടിയിട്ട് അധ്വാനിക്കാൻ തയ്യാറാകുമ്പോൾ ആ ആരോഗ്യം താലന്ത് കുഴിച്ചു വെച്ചില്ല, അത് അധ്വാനിച്ചു. അവനെ ഒരു പക്ഷെ ദൈവത്തെ കണ്ടുമുട്ടിയത് അങ്ങനെയായിരിക്കാം. മദർ തെരേസയെ കണ്ടപ്പോ ഒരു മനുഷ്യൻ പറഞ്ഞില്ലേ, നിങ്ങളാണോ ക്രിസ്തു? ചോദിച്ചാ നിങ്ങളാണോ ക്രിസ്തു എന്ന്. മദർ തെരേസ എനിക്ക് വല്ലതും തരണമെന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ എന്താ ചെയ്ത്? കാർക്കിച്ച് ആ കയ്യിലേക്ക് തൊപ്പിക്കൊള്ളു. നിങ്ങൾക്കുള്ളതാന്ന് പറഞ്ഞാൽ കൊടുത്തു. അത് തൂത്ത് കളഞ്ഞിട്ട് എനിക്കുള്ളത് എനിക്ക് കിട്ടി, ഇനി എൻ്റെ മക്കൾക്കുള്ളത് തരാവോ എന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ അവിടെ മാനസാന്തരപ്പെട്ടു, പൊട്ടിക്കരഞ്ഞു. ആ മനുഷ്യനെ പിന്നെ കൽക്കട്ടയില് മദർ തെരേസയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ മുഴുവൻ ഉണ്ടാക്കി കൊടുത്തു, ഒരുപാട് സ്ഥലങ്ങൾ. ആലോചിച്ച് നോക്കി. നമ്മുടെ താലന്തുകളൊന്നും മണ്ണിനടി കുഴിച്ചു വെക്കേണ്ടതല്ല, എല്ലാം പ്രയോജനപ്പെടുത്തേണ്ടത്. നമ്മൾ വിചാരിക്കും വരങ്ങൾ കിട്ടിയാലാണ് നമ്മളെല്ലാം നടക്കൂടുന്നതാണ്. എല്ലാട്ടോ, നമുക്ക് എന്തെല്ലാം കഴിവുണ്ടോ അതെല്ലാം കൃപയാക്കി മാറ്റാം. എന്ത് കഴിവുണ്ടോ അതെല്ലാം കൃപയാക്കി മാറ്റാം. അതെല്ലാം ദൈവത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കാൻ ഉപയോഗിക്കണം. നിങ്ങൾക്ക് എന്തെല്ലാം താലന്തുകളുണ്ട് ഇപ്പോൾ നിലവിൽ? അറിയാവോ? നിർത്തി പേടിപ്പിക്കണ്ട.
ചോദിച്ചതിന് ആൻസർ പറഞ്ഞു ശരി. എന്നിട്ട് പറയാ എനിക്ക് മനസ്സിലാവുള്ള നീ കേട്ടോ, അറിയാൻ പാടില്ല. അപ്പൊ അറിയാൻ പാടില്ല എന്ന് പറയുന്നത് തന്നെ നമ്മളൊരു എളിമയുടെ അവസ്ഥയാണ്. എനിക്കറിയില്ല എൻ്റെ ദൈവം, അറിയില്ല എൻ്റെ ദൈവമേ എന്ന് പറയുന്നതാണ് ഒരു എളിമയുടെ അവസ്ഥ. മറിച്ച് അറിയാൻ പാടില്ല എങ്കിലും ആണെങ്കിൽ അതിൻ്റെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ അഹങ്കാരത്തിൻ്റെ വേറൊരു അവസ്ഥ. ദൈവം തന്ന കഴിവുകൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞു തന്നെയാണ്. ദൈവം സംസാരിക്കാനൊരു കഴിവ് വന്നിട്ടുണ്ടെങ്കിൽ അത് കൗൺസിലിംഗ് ശുശ്രൂഷയായിട്ട് മാറ്റാൻ പറ്റും. ദൈവത്തിന് വേണ്ടിയിട്ട് മറ്റൊരാളോട് പറയാം സാരല്ല വിഷമിക്കണ്ട ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് അത് കഴിവ് ആ ഒരാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനയാക്കി മാറ്റുമ്പോൾ ആ സംസാരത്തിൻ്റെ കഴിവ് കൗൺസിലിംഗ് ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ദൈവം ആ സ്വരത്തെ അഭിഷേകം ചെയ്യും. നല്ല കറി വെക്കാൻ അറിയാലോ, ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാലോ. ഈ ഭക്ഷണം വിശക്കുന്ന ഒരാൾക്ക് ദൈവനാമത്തിൽ ഈശോയുടെ നാമത്തിൽ അത് ഭക്ഷണം ഒരാൾക്ക് പാവപ്പെട്ട ഒരാൾക്ക് കൊണ്ട് എത്തിച്ച് അവൻ്റെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ദൈവമേ എന്ന് പറയുന്ന അതാണ് നമുക്ക് കിട്ടുന്ന ഉത്തരം. അതൊരു കഴിവ്, അതൊരു കൃപയാണ്. കഞ്ഞി വെക്കുന്നവർ ഇഷ്ടം പോലെ വന്ന് വാരിന്ന് ബാക്കി പള്ളയെ കളഞ്ഞ് എവിടെയാണ് തെങ്ങിൻ്റെ ചുവട്ടിൽ കൊണ്ട് ഒഴിച്ച് കളയുന്ന പോലെ അല്ലെങ്കിൽ കാടിപ്പാത്രത്തിൽ ഒഴിക്കുന്ന പശുവിൻ്റെ പാത്രത്തിൽ ഒഴിക്കുന്ന പോലെയാണ് കിട്ടുന്ന ഭക്ഷണം. അല്ലെങ്കിൽ കുറച്ചുള്ളെങ്കിലും കർത്താവ് പറയുന്നു കുറച്ചേ ഉള്ളുവെങ്കിലും അതനുസരിച്ച് ദാനം ചെയ്യണം എന്നാണ് വചനം പറയുന്നത്. കുറച്ചുള്ളൂവെങ്കിൽ എന്ത് ചെയ്യണം? അതനുസരിച്ച് ദാനം ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദാനം ചെയ്യുന്ന ഒരു പ്രവൃത്തി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് ക്രിയേറ്റ് ചെയ്തു നമ്മുടെ ജീവിതത്തിൽ അത് സ്വന്തമാക്കണം. അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇതിപ്പോൾ 100 രൂപ എൻ്റെ കയ്യിലാകുന്നു. ഒരാൾ വിശന്ന് വന്നപ്പോൾ ഈ 100ൻ്റെ നോട്ടാ ഇത് പൊട്ടിച്ചാൽ പിന്നെ പോയല്ലോ ഒന്ന് ചിന്തിക്കാതെ എന്ത് ചെയ്യണം? അതിൽ നിന്ന് 50 രൂപ ഒരാൾക്ക് ഭക്ഷണത്തിന് കൊടുത്താൽ കർത്താവ് പറഞ്ഞെന്താ? കർത്താവിൻ്റെ വചനത്തിന് പൂർത്തീകരണം. 2 ഉടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തതിനോട് 2 അത് പകുതി. ആ 100 രൂപയിൽ നിന്ന് 50 കൊടുക്കുമ്പോൾ 2 ഉടുപ്പുള്ളവന് ഒരെണ്ണം കൊടുക്കുന്നതിന് തുല്യമാണ്. ഭക്ഷണവും അങ്ങനെ തന്നെയാണ്. പകുതി കൊടുക്കുന്ന പോലെ ഏതൊരു കാര്യവും അങ്ങനെയായിരിക്കും. ഏതൊരു കാര്യം നമ്മളത് ചെയ്യാനായിട്ട് പ്രാപ്തിയാകണം. ഇത് വലിയ വായിൽ അയ്യോ അയ്യോ എന്ന് പറയുന്നതിനേക്കാൾ അല്ലെങ്കിൽ അലലിയോ അലലിയ എന്ന് ഉറക്ക പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല. അലലിയ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ ദൈവസ്തുതി കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെയ്യാൻ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രാർത്ഥിക്കാൻ അനുവദിക്കുന്നത്? പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കാനുള്ള ശക്തിക്ക് വേണ്ടി. പ്രാർത്ഥന എന്ന് പറയുന്നതാ പ്രവർത്തിക്കാനുള്ള ശക്തി. സമയമായിട്ടില്ലേ? 4 മണി വണ്ടി വരാറായോ? വണ്ടി ഇല്ലേന്ന് ല്ലോ. ഹല്ലേലൂയ. നമ്മളെന്ത് ചെയ്താലും ദൈവ മഹത്വത്തിന് വേണ്ടി ചെയ്യുക, ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ചെയ്യുക. ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ ദൈവം എന്നെ കൊണ്ട് ചെയ്യിച്ചു. നിങ്ങൾ ചെയ്തത് നല്ല കേട്ടോ, താങ്ക് യു കേട്ടോ എന്ന് അവർ പറയുമ്പോൾ എല്ലാം ദൈവത്തിന് മഹത്വമായിട്ട് നിങ്ങൾ പറയാൻ പറ്റും. നമ്മളോട് നല്ല അറിഞ്ഞിട്ടോ എന്ന് പറഞ്ഞാൽ ശരി ഓക്കെ താങ്ക് യു എന്നല്ല പറഞ്ഞു. നമ്മൾ പറഞ്ഞാൽ നമ്മളാ താങ്ക് യു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മഹത്വം നമുക്ക് തന്നെ കിട്ടി. മറിച്ച് ദൈവം എന്നെ കൊണ്ട് ജയിച്ചു അല്ലെങ്കിൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകും എന്ന് പറയുമ്പോൾ മഹത്വമില്ല ദൈവത്തിന്. അതാണ് 2ാമത്തെ പ്രാർത്ഥന. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞ് 1ാമത് വിളി കഴിഞ്ഞാൽ അടുത്ത പ്രാർത്ഥന എന്താണ്? അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തും, അങ്ങയുടെ നാമം സൂചിതമാകും. ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്. ഒരു നേരം ഭക്ഷണം കഴിക്കാൻ എടുക്കുമ്പോൾ ദൈവം എനിക്ക് മഹത്വം ഉണ്ടാകും. ഒരു നേരം ഭക്ഷണം വിളമ്പി കൊടുക്കാനായിട്ട് പറ്റിയാൽ ദൈവമേ ഇത് കൊടുക്കാൻ പറ്റിയെങ്കിൽ ദൈവം അങ്ങയുടെ നാമത്തെ മഹത്വം ഉണ്ടാകും. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു ജോലി ചെയ്യാൻ കയറുമ്പോൾ ദൈവം എനിക്ക് മഹത്വം ഉണ്ടാകും. സാലറി കിട്ടുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കും. സാലറി കിട്ടുമ്പോൾ എൻ്റെ ജോലി തന്നപ്പോൾ അങ്ങനെയാണ് ഒരു കുഴപ്പമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മലാക്കിയുടെ പുസ്തകം പറയുന്നത് എന്താണെന്നറിയോ? 3-ാം അധ്യായം ദശാംശം കലവറയിലേക്ക് വരട്ടെ എന്നാ പറഞ്ഞത്. ദശാംശം കലവറയിലേക്ക് വരട്ടെ. അതിനു വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാകട്ടെ. ഇഷ്ടംപോലെ ഭക്ഷണം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ചിന്തിച്ചു നോക്കി, നമ്മൾ ഒരു കഷ്ടപ്പാടിൻ്റെ ഒരംശം ദൈവത്തിന് വേണ്ടി ദൈവവേലയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്നാ പറയാമോ? എന്നായിരിക്കും കിട്ടുന്നത്?
ഒരു അച്ഛൻ ഇങ്ങനെ അതായത് നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസം കൺവെൻഷൻ്റെ സമയത്ത് സ്തോത്രകാഴ്ച കൊടുക്കാൻ നേരത്ത് ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ ആരും സ്തോത്രകാഴ്ച കൊടുത്ത് മുടിഞ്ഞു പോയിട്ടില്ല, നശിച്ചു പോയിട്ടില്ല. സ്തോത്രകാഴ്ച ദൈവത്തിന് വേണ്ടിയിട്ട് കൊടുത്ത് അതിൽ നശിച്ചു പോയതായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ജയിച്ചല്ലോ. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും ഒരു കുർബാനയ്ക്ക് പൈസ കൊടുത്ത് കുർബാന ഇരിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ കുർബാനയുടെ സംരക്ഷണം ഉറപ്പുവരുത്തും. ദുഷ്ടൻ കടന്നു വരാതെ സാധ്യതകളുണ്ടെങ്കിൽ ആ സാധ്യതകൾ മുഴുവൻ അടിച്ചു മാറ്റുന്നതാണ് ഒരു കുർബാനയെ എനിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടിയിട്ട്, എല്ലാവർക്കും വേണ്ടിയിട്ട് കുർബാന അർപ്പിച്ച് പൈസ കൊടുത്ത് കുർബാന അർപ്പിച്ച് ആ കുർബാനയെ പങ്കെടുത്ത് കഴിയുമ്പോൾ ആ കുർബാനയുടെ സംരക്ഷണ വലയത്തിനുള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളെവിടെ പോയാലും ആ കുർബാനയുടെ സംരക്ഷണം നമുക്ക് എപ്പോഴും ഉണ്ടാകും. അതിൻ്റെ അവസ്ഥ അത് കുറച്ചുകൂടെ ആഴമായിട്ട് ചിന്തിച്ചാൽ അത് മനസ്സിലാവും. ക്രിസ്തല്ലോ ഒരു നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയുണ്ടെങ്കിൽ ആ തലമുറയ്ക്ക് വേണ്ടി കുർബാന അർപ്പിച്ച് പ്രാർത്ഥന, നമ്മൾ വാദവരാതെ 24 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പോലെയല്ല പരിശുദ്ധ കുർബാന പൈസ കൊടുത്ത് അർപ്പിക്കുന്നത്. ഒരു കല്യാണത്തിന് നമ്മൾ വിളിച്ചു കഴിഞ്ഞാണെങ്കിൽ 100 പേരെ ആയിരക്കണക്കിന് ആളുകൾ വിളിക്കും. ആ ആയിരക്കണക്കിന് ആളുകൾ ആ കുർബാന അല്ല ആ കല്യാണത്തിന് പോയി ആ ഭക്ഷണം കഴിച്ചു പോയി. അപ്പോൾ ആയിരക്കണക്കിന് ആളുകളിൽ ഒരാളാണ്. മറിച്ച് നമ്മൾ പൈസ കൊടുത്ത് അർപ്പിക്കുന്ന കുർബാന എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള, നമുക്ക് അവകാശപ്പെട്ടതാണ്. അതിൽ നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു വിരുന്നിന് വിളിച്ചിരുന്നെങ്കിൽ നമ്മളാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ആൾ എന്നതുപോലെയാണ് നമ്മൾ പൈസ കൊടുത്ത് കുർബാന എടുക്കുമ്പോൾ. ഇല്ല, പൈസയുടെ കുർബാനയ്ക്ക് ഇപ്പോൾ എത്ര രൂപയാണ്? 100 രൂപയാണ് അതിൻ്റെ വില. 150 രൂപയാണ് അതിൻ്റെ വില. ആലോചിച്ച് 150 രൂപ വില. അതിൻ്റെ മൂല്യം എത്രയാണ്? വില 150, മൂല്യം എത്രയാണ്? മൂല്യം എന്ന് പറയുന്നത് ഈ ലോകം മുഴുവൻ വെച്ചാൽ പോലും അതിൻ്റെ മൂല്യമാവില്ല. അത്രയ്ക്ക് മൂല്യമുണ്ട് കുർബാന. അത്രത്തോളം തടസ്സങ്ങളുള്ള, പ്രതികൂലങ്ങളുണ്ടോ, പൈശാചികം എത്ര വലിയ ബന്ധനങ്ങളും പ്രതികൂലങ്ങളുണ്ടോ, തകർച്ചയുണ്ടോ, അതിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ച് ആ പ്രതികൂലങ്ങളെ എടുത്ത് മാറ്റുകയാണ്. കുർബാനയുടെ മാറുള്ളൂ. ലോകത്തിലുള്ള എല്ലാ വരങ്ങളുള്ള എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടിയാലും ഒരു കുർബാനയുള്ള ആവില്ല. എത്രമാത്രം വരങ്ങളുണ്ടോ, എത്രമാത്രം കൃപയുണ്ടോ, ആളുകളുണ്ടോ, അവരുടെ പ്രാർത്ഥനകളോ അല്ലെങ്കിൽ അവരോ ഒരു കുർബാനകളോ ആവില്ല. ഈ ലോകത്തിലേക്ക് ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് പരിശുദ്ധ കുർബാന. അതിനേക്കാൾ വലിയ പ്രാർത്ഥനക്കാരുമില്ല, അതിനേക്കാൾ വലിയ പ്രാർത്ഥനയില്ല. ശാന്തമായിട്ട് എഴുന്നേറ്റ് നമുക്ക് നഷ്ടപ്പെട്ടേക്കുന്ന താലന്തുകൾ, നമുക്ക് നഷ്ടപ്പെട്ടേക്കുന്ന കൃപ, നമുക്ക് നഷ്ടപ്പെട്ടേക്കുന്ന വിശുദ്ധി, നമുക്ക് നഷ്ടപ്പെട്ടേക്കുന്ന ഇന്നലകളിൽ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുമായിരുന്നു. ഇന്നലകളിൽ നമുക്ക് ഒത്തിരി നന്മയുണ്ടായിരുന്നു. ആ നന്മകളൊക്കെ ഇപ്പോൾ നഷ്ടപ്പെട്ടേക്കുവാണെങ്കിൽ നമുക്ക് തിരിച്ചറിയണം. ആ നഷ്ടപ്പെട്ടേക്കുന്നത് എൻ്റെ കയ്യിലിരുന്ന താലന്താണ്. 10 നാണയത്തിൽ ഒരെണ്ണമാണ് നഷ്ടപ്പെട്ടേക്കുന്നത്. 10 കൽപ്പനകളിൽ ഏതെങ്കിലും അനുസരിക്കാത്തുണ്ടെങ്കിൽ ആ ഒരു നാണയം നഷ്ടപ്പെട്ടേക്കുവാണെന്ന് തിരിച്ചറിയണം. അത് കണ്ടുകെട്ടുവോളം അടിച്ചു വാരണം. ഇന്നലകളിലേക്ക് മനസ്സ് യാത്ര ചെയ്ത് അത് എവിടെ വെച്ച് നഷ്ടപ്പെട്ടത്, ഏത് വാക്കിലാണ് നഷ്ടപ്പെട്ടത്, ഏത് പെരുമാറ്റത്തിലൂടെയാണ് എനിക്ക് ആ നാണയം നഷ്ടപ്പെട്ടത്, ആ താലന്ത് നഷ്ടപ്പെട്ടതെന്ന് ഓർത്ത് നോക്കണം. എനിക്ക് സ്നേഹിക്കാനുള്ള കഴിവുണ്ടായിരുന്നു, പക്ഷെ അത് നഷ്ടപ്പെട്ടേക്കുവാണ്. ഇന്നലകളിൽ ആരോടെങ്കിലും എന്തെങ്കിലും ഒക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ആരുടെങ്കിലും പെരുമാറ്റത്തിലൂടെ അത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഇന്നലകളിലേക്ക് യാത്ര ചെയ്ത് മനസ്സിനെ യാത്ര ചെയ്യിച്ച് അത് കണ്ടെത്തി ദൈവം മുമ്പിൽ മാപ്പി ചോദിച്ച് ആ നഷ്ടപ്പെട്ട അഭിഷേകം വീണ്ടെടുത്ത് കൊണ്ടുവരാം. നമുക്കൊരു നിമിഷം കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, കർത്താവേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, കർത്താവേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ.
ക്ഷമിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ലോകത്തെ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോമിശിഹായുടെ എല്ലാവിധ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ എല്ലാവരും യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇത് പരസ്പരം സ്തുതി കൊടുത്തേ കേട്ടോ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.